22ാമത്തെ ശ്ലോകം. ഏഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്തഃ കൗന്തേയ ന തേഷു രമതേ ബുധഃ. ശക്നോതീഹൈവ യഃ സോഢും പ്രാക്ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. യോന്തഃ സുഖോന്തരാരാമഃ തഥാന്തർജ്യോതിരേവ യഃ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈതായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തത്തെ വിദിതാത്മനാം. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. യതേന്ദ്രിയമനോ ബുദ്ധിഃ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധഃ സ സദാ മുക്ത ഏവ സഃ. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മസന്യാസയോഗോ നാമ പഞ്ചമോധ്യായഃ. യോന്തഃ സുഖോന്തരാരാമഃ തഥാന്തർജ്യോതിരേവ യഃ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. അതിനു മുമ്പായിട്ട് 22ാമത്തെ ശ്ലോകം. ഏഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്തേയ നതേഷു രമതേ ബുധഃ. ഇതിനു മുമ്പിലത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ബ്രഹ്മയോഗയുക്താത്മാവ് അക്ഷയമായ സുഖത്തെ പ്രാപിക്കുന്നു എന്ന് കണ്ടു. അപ്പോൾ അതിന് നേർ വിപരീതമായിട്ടുള്ള ആൾക്കാരാണ് ഏഹി സംസ്പർശജ ഭോഗാഃ എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ യാതൊരുവരാണോ സംസ്പർശജ ഭോഗാഃ സ്പർശത്തിൽ നിന്ന് ജനിക്കുന്നതായ സുഖത്തെ നൽകുന്ന ഭോഗങ്ങൾ, സംസ്പർശജ ഭോഗാഃ ദുഃഖയോനേഹ അവ ദുഃഖത്തിന് കാരണമായി തീരുന്നതാണ്. ആദ്യന്തവന്തഃ അവ ആദി അവസാനത്തോടു കൂടിയവയാണ്. ഹേ കൗന്തേയ ന തേഷു അവകളിൽ ന രമതേ ബുധഃ ബുധഃ ജ്ഞാനിയായിട്ടുള്ളവ ജ്ഞാനി ന തേഷു രമതേ അവയിൽ രമിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. അപ്പോൾ ഇവിടെ സംസ്പർശജ ഭോഗങ്ങളും അതേപോലെ ബ്രഹ്മസുഖവും ഈ രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിലാണെങ്കിൽ ബാഹ്യസ്പർശേഷു അസക്താത്മ എന്ന് പറയും. അപ്പോൾ ബാഹ്യസ്പർശേഷു എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്. ബാഹ്യാശ്ച തേ സ്പർശാശ്ച ഇങ്ങനെയാണ് അതിന്റെ നിർവചനം നമ്മൾ കണ്ടത്. അവ പുറത്തുമാണ്, അവ സ്പർശങ്ങളുമാണ്. അപ്പോൾ സ്പർശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് സ്പർശങ്ങളായിട്ട് വരുന്നവ എന്നർത്ഥം. അതിനാൽ അവയെ സ്പൃശന്തേ ഇതി സ്പർശാഹ എന്ന്. സ്പൃശ്യന്തേ അല്ല, സ്പൃശ്യന്തേ ഇതി സ്പർശാഹ സ്പർശിക്കപ്പെടുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളാൽ സ്പർശിക്കപ്പെടുന്നതുമാണ്, അവ പുറത്തുമാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളെയാണ് ബാഹ്യസ്പർശാഹ എന്ന് പറഞ്ഞത്. അങ്ങനെ ബാഹ്യസ്പർശങ്ങളിൽ സക്തരായിട്ടുള്ള ആൾക്കാരെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് സംസ്പർശജ ഭോഗാഹ എന്ന്. അപ്പൊ സംസ്പർശജാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പർശാഹ എന്ന് നമ്മൾ മുമ്പ് കണ്ടു. ആ സ്പർശാഹ എന്നതിന്റെ കൂട്ടത്തില് സം എന്ന് പറഞ്ഞ ഉപസർഗം ചേർത്തപ്പോഴാണ് സംസ്പർശാഹ എന്ന് കണ്ടു. അപ്പൊ സംസ്പർശാഹ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള അർത്ഥം വിഷയങ്ങൾ എന്നർത്ഥം. സ്പർശിക്കപ്പെടുന്നവ അതായത് വിഷയങ്ങൾ. സംസ്പർശാഹ വിഷയാഹ ഇപ്പൊ സംസ്പർശങ്ങളിൽ നിന്ന് ജനിക്കുന്നതായ, ഇപ്പൊ സംസ്പർശങ്ങളാൽ ജനിക്കുന്നത് എന്നർത്ഥം. അതാണ് സംസ്പർശജാഹ. അവയാണ് ഭോഗങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ സ്പർശ വിഷയങ്ങളാല്
അതായത് ചുരുക്കത്തിൽ വിഷയഭോഗങ്ങളാൽ എന്ന്, വിഷയരൂപമായ ഭോഗങ്ങളാൽ സംസ്പർശജാഹ തേവ ഭോഗാഹ എന്ന്. അപ്പൊ അവർ രണ്ടും കൂടെ ഒന്നിച്ചു പോകണം. സംസ്പർശജങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് ഭോഗങ്ങൾ. അപ്പം ചുരുക്കത്തിൽ ഇപ്പം എന്താ, ഭോഗങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് വിഷയങ്ങളെയാണ്, ആ വിഷയങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് സ്പർശ വിഷയങ്ങളാണ് എന്ന്. അപ്പം സ്പർശം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അത് ഇപ്രകാരമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പോയിരിക്കുന്നത്. സംസ്പർശജ ഭോഗാഹ അവ ദുഃഖയോനയ ഏവത്തെ, അവ ദുഃഖത്തിന് കാരണമായി തീരുന്നു. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു വൈരുദ്ധ്യം കാണാം. അതായത് സംസ്പർശജങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോഗ്യ വിഷയത്തിനെയാണ് സംസ്പർശജങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഭോഗ്യ വിഷയങ്ങൾ സുഖത്തിന് കാരണമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പക്ഷേ ഭഗവാൻ പറയുന്നത് ഇവിടെ ദുഃഖയോനയ, അവ ദുഃഖത്തിന് കാരണമാകുന്നു. അപ്പോൾ സുഖത്തിന് കാരണമാകുന്നു ആവണം എന്ന് സുഖത്തിന് കാരണമാണ് എന്ന് നാം ധരിക്കുന്നവയെ ദുഃഖത്തിന് കാരണമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ആര് പറയുന്നതാണ് ശരി എന്നുള്ളതാണ്. ഒന്ന് നമ്മൾ പറയുന്നതാണോ ശരി, അതായത് വിഷയം എനിക്ക് സുഖം നൽകുന്നു എന്ന് നമ്മൾ പറയും. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വ്യക്തികളെന്ന് അർത്ഥമുള്ളൂ, അതായത് ഭോക്താക്കൾ, ജീവന്മാർ. അപ്പൊ ജീവന്മാരുടെ അഭിപ്രായം എങ്ങനെയാണ് അവരുണ്ടാക്കിയെടുത്തത്? അവരുടെ അനുഭവത്തിൽ നിന്നുണ്ടാക്കിയെടുത്തു. അപ്പൊ അവരുടെ അനുഭവത്തില് സംസ്പർശജമായ ഭോഗങ്ങള്, ഭോഗ്യങ്ങൾ എന്നർത്ഥം, ഭോഗ്യ വിഷയങ്ങൾ, സംസ്പർശജ ഭോഗാഹ എല്ലാം ഒന്നിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാം വിഷയങ്ങൾ. അപ്പം വിഷയങ്ങൾ സുഖം നൽകുന്നു എന്നുള്ളത് ജീവന്മാരുടെ അനുഭവം. ഇതാണല്ലോ നമ്മൾ പറയുന്നത്, ഇതെന്റെ അനുഭവമാകുന്നു, ഇത് അവരുടെ അനുഭവമാകുന്നു, ഇത് പൂർവികരുടെ അനുഭവം, ഇത് അവരുടെ അനുഭവം. ഭഗവാന്റെ പറച്ചിലെന്ന് പറയുന്നത് ദുഃഖയോനിയഹ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ദുഃഖം നൽകുന്നവയാണ് ഈ വിഷയങ്ങള് എന്ന് ഭഗവാനും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതാണ് ഈ കോൺട്രഡിക്ഷൻ. ഒന്ന്, എന്റെ അനുഭവത്തിൽ സുഖം നൽകുന്നതാകുന്ന വിഷയങ്ങൾ. രണ്ട്, ഭഗവാന്റെ ഉപദേശത്തില് അവ ദുഃഖം നൽകുന്നവയാവും. ഇതിലേതാണ് ശരി? ആ ശരി നോക്കി നമ്മൾ പോയാൽ മതി. അപ്പൊ ഇതിനകത്ത് ശരി ഏതാ? വിഷയങ്ങൾ സുഖം നൽകുന്നതാകുന്നു എന്നാണ് എന്റെ അനുഭവം, അതാണ് ശരി എങ്കിൽ അതനുസരിച്ച് പോകാം. അതല്ല, ഭഗവാൻ പറയുന്നത് വിഷയങ്ങൾ ദുഃഖം നൽകുന്നതാകുന്നു എന്ന് പറയുന്നതാണ് ശരിയെങ്കിൽ അതനുസരിച്ചും പോകാം. ഇപ്പൊ നമുക്കിപ്പം നമ്മുടെ അനുഭവം തന്നെ എടുക്കാം. ഒന്നാമതായിട്ട് ഇപ്പൊ എന്റെ അനുഭവം എന്താ? സുഖം നൽകുന്നു എന്നുള്ളതാണല്ലോ എന്റെ അനുഭവം. ആട്ടെ, എന്ത് സുഖം നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വിഷയങ്ങൾ സുഖം നൽകുന്നു. ആർക്ക്? വിഷയ ഉപഭോഗത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് വിഷയം സുഖം നൽകുന്നു എന്നതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതാണ് ഈ ആർക്ക് എന്ന് ചോദിച്ചത്. ആർക്ക് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ വിഷയം സുഖം നൽകുന്നതാണെങ്കിൽ വിഷയം ആർക്ക് എപ്പോൾ സുഖം നൽകുന്നു എന്നുള്ളത് ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം വിഷയമാണ് സുഖം നൽകുന്നതെന്നുണ്ടെങ്കിൽ അത് വിഷയത്തോട് സംബന്ധിപ്പിക്കുന്ന ഏതൊരാൾക്കും വിഷയ സംബന്ധത്താൽ അപ്പോൾ തൊട്ട് തന്നെ സുഖം കൊടുത്തു തുടങ്ങണം. നമ്മൾ വിഷയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അധികം ഒന്നും പോകണ്ട. പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതിന്ദ്രിയത്തിന്, ഇപ്പൊ രസനേന്ദ്രിയം എടുത്താൽ മതി ഉദാഹരണത്തിന്. രസനേന്ദ്രിയം അത് എപ്പോൾ വിഷയത്തോട് സ്പർശിക്കുന്നുവോ അപ്പോൾ തൊട്ട് സുഖം കൊടുക്കണം. ആർക്ക്? വ്യക്തിക്ക് കൊടുക്കണം. അപ്പോൾ വ്യക്തിക്ക് സുഖം രസനേന്ദ്രിയ മുഖാന്തരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ വ്യക്തി എന്നാൽ സുഖിയായിരിക്കണം. അപ്പൊ രസനേന്ദ്രിയം സ്പർശിക്കുന്ന വിഷയവും, അതായത് സ്വാദിന്റെ വിഷയമായിട്ടുള്ളതും തമ്മിൽ സംബന്ധമുണ്ടാകുന്ന എല്ലാ സന്ദർഭത്തിലും സുഖമാണ് കിട്ടുന്നതെങ്കിൽ എന്റെ അനുഭവത്തിൽ വിഷയം സുഖം നൽകുന്നു എന്നുള്ളത് ശരിയാണ്. അതല്ല, അതിനകത്ത് പല പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് സുഖം നിൽക്കുന്നതെന്നും ചില സന്ദർഭത്തിൽ സുഖം നൽകിക്കൊണ്ടിരുന്ന അതേ സാധനം തന്നെ ദുഃഖം നൽകുന്നതായിട്ട് മാറുന്നുണ്ട് എങ്കിൽ സുഖം നിൽക്കുന്നത് വിഷയത്തെ ആസ്പദമാക്കിയല്ല എന്നുള്ളത് നമുക്ക് എത്തിച്ചേരാം. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് വായിലിട്ടിരിക്കുന്ന മധുരം സുഖം നൽകുന്നു എന്ന് പറയുന്നു. വായിലിട്ട് കൊടുത്തു വെച്ചിരിക്കുന്ന മധുരം സുഖം നൽകുന്നത് എങ്കിൽ അത് വീണ്ടും മധുരം കൊടുക്കുന്നു, സുഖം നൽകുന്നു, വീണ്ടും മധുരം കൊടുക്കുന്നു, സുഖം നൽകുന്നു. അത് വായിക്കും.
അതായത് രസനേന്ദ്രിയത്തിന് മധുരം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം മധുരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനമാണല്ലോ നമ്മൾ കഴിക്കുന്നത്. ഇപ്പം മധുരത്തിന് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലയാളികൾക്ക് പ്രിയമായിട്ടുള്ള മധുരം പാലട. ഇപ്പോഴത്തെ കാലത്ത് മാറ്റം ഉണ്ടാവും, പക്ഷെ പണ്ടൊക്കെ എന്ന് പറയുന്നത് അത് ഓക്കെ, അത് നോക്കി പറഞ്ഞു പോയാൽ മതി, നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ളത് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പാലടയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ പരിപ്പ് പ്രഥമനോ, ചിലർക്ക് വെളുത്ത നിറമുള്ള പായസം ഇഷ്ടം, ചിലർക്ക് കറുത്ത നിറമുള്ള ഇഷ്ടം. അപ്പോൾ പാലടയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഴം പ്രഥമനെന്നോ എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്തിനാണ് ഇടയ്ക്ക് ഈ നാരങ്ങയൊക്കെ തൊട്ടുകൂട്ടുന്നതെന്ന്. അങ്ങനെ വരുമ്പോഴാണ് അതായത് അപ്പോൾ പറയും, അതായത് ഇടയ്ക്ക് വെച്ചിട്ട് ഇതിൻ്റെ ആ രസം നഷ്ടപ്പെടുന്നു. അവർ രസം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ കുടിക്കാൻ തോന്നത്തില്ല. അങ്ങനെ വരുമ്പോൾ പായസം കുടിച്ച് മടുത്തു എന്ന് പറയുന്നൊരു ഘട്ടം വരും. അപ്പം പായസം കുടിച്ച് മടുത്തു എന്ന് പറയുമ്പോൾ രസനേന്ദ്രിയത്തിന് വിഷയ സംബന്ധത്തിൽ താല്പര്യമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. കാരണം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് രസം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. രസനേന്ദ്രിയവും രസം നൽകുന്നത് സുഖം നൽകുന്ന വിഷയവും തമ്മിൽ സംബന്ധമുണ്ടായിരിക്കെ ആ വിഷയമാണ് സുഖം നൽകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും രസഭംഗം വരുവാൻ പാടില്ല. അതായത് സുഖത്തിന് ഭംഗം വരുവാൻ പാടില്ല. പക്ഷേ വീണ്ടും വീണ്ടും ആ രസം വായിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ രസം മാറിക്കിട്ടാൻ നമ്മൾ താല്പര്യപ്പെടുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ പറയുന്നു ഇത് മടുത്തു, ഇനിയിപ്പോൾ അടുത്തത് വേണമെന്ന് പറഞ്ഞ് മറ്റൊരു രസത്തിലേക്ക് പോകുന്നു. അതും അടുത്ത് കഴിയുമ്പോൾ മറ്റൊരു രസത്തിലേക്ക് പോകുന്നു. ആ വിഷയം മാറ്റാൻ താല്പര്യപ്പെടുന്നത്, ഒരു വിഷയം അത് സുഖരൂപം തന്നെയാണ് എന്നുണ്ടെങ്കിൽ അതിന് ആ സുഖം വിട്ടിട്ട് മറ്റൊരു സ്ഥലത്ത് സുഖം തേടി പോകുവാനുള്ള ഒരു പ്രവണത ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷേ ഇന്ദ്രിയങ്ങളുടെ പ്രവണത തന്നെ ഒരു വസ്തുവിലും സുഖം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിൽക്കുവാന് ഇന്ദ്രിയങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാം, ഒരല്പകാലം അല്ലെങ്കിൽ അല്പ വസ്തു രുചിച്ച് നോക്കിയ ശേഷം അത് ത്യജിച്ചിട്ട് മറ്റൊന്നിൽ സുഖം കാണാനുള്ള പ്രേരണ കാണിക്കുന്നത് മൂലം നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ അനുഭവത്തിൽ ഇന്ദ്രിയ വിഷയ സംയോഗത്തിൽ സുഖം നൽകുന്നു എന്നുള്ള നമ്മുടെ അനുഭവത്തിൽ നമ്മൾ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക നിവൃത്തിയില്ലാത്ത വണ്ണം വിഷയമാണ് സുഖം നൽകുന്നത് എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കുവാൻ ഇതിൽ കൂടെ സാധ്യമല്ല എന്ന്. സ്ഥാപിച്ചെടുക്കുകയാണെങ്കിൽ അനുഭവത്തിലൂടെയാണ് സുഖം, വിഷയേന്ദ്രിയ സംയോഗത്തിലൂടെ സുഖം കിട്ടുന്നുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോൾ ഈ വിഷയം ആദ്യം സുഖം നൽകുന്ന വിഷയം എപ്പോഴും നമുക്ക് ഈ ഇന്ദ്രിയ വിഷയ സംബന്ധത്താൽ സുഖം നൽകുന്നതാണ് എന്ന് സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നില്ല. അത് ഒരല്പകാലത്തേക്ക് ആള് തയ്യാറാണെങ്കിൽ, മനസ്സ് തയ്യാറാണെങ്കിൽ, മനസ്സിന് താല്പര്യമുണ്ടെങ്കിൽ, വിഷയത്തെയും ഇന്ദ്രിയത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശരീരത്തിന്റെ ടോട്ടൽ ആരോഗ്യമുണ്ടെങ്കിൽ, പിന്നെ അതേമാതിരി ഇപ്പം നമുക്ക് ഈ വ്യക്തിക്ക് ഉറക്കം വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ രുചിക്കകത്തൊക്കെ താല്പര്യം പോകുന്നു. ഇനി അതല്ല, പനി വന്നു കഴിയുമ്പോൾ ഈ മധുരങ്ങളൊക്കെ കയ്പായിട്ട് മാറുകയും വെറുക്കുന്നതായിട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ പല പല രീതിയിൽ നമുക്ക് കാണാം. വിഷയം അതാണ് സുഖം നൽകുന്നതെന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും വിഷയം സുഖം നൽകണം. അത് അഗ്നി എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്നതാണ്. അതിന് ഏത് സാഹചര്യത്തിലായാലും ദഹിപ്പിക്കും എന്നുള്ളത്. അപ്പൊ അല്ലാതെ ഈ അഗ്നിയുടെ അടുത്ത് വരുന്ന ആളിന്റെ ഗുണദോഷ നിരൂപണം നടത്തിയതിനു ശേഷം ആളിന്റെ ഗുണത്തിനനുസരിച്ച് ചൂടായിട്ട് മാറുകയും തണുപ്പായിട്ട് മാറുകയും പ്രകാശമായിട്ട് മാറുകയും ചെയ്യുന്ന സ്വഭാവം അഗ്നിക്കില്ലല്ലോ. അഗ്നിക്ക് ഒറ്റ സ്വഭാവമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ വിഷയത്തിന്റെ ഒറ്റ സ്വഭാവമാണ്, സുഖമാണ് വിഷയത്തിന്റെ സ്വഭാവം എന്നുണ്ടെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഭോക്താവിന് സുഖം നൽകണം. പക്ഷെ നമ്മളത് കാണുന്നില്ല. അഗ്നിക്ക് സമാനമായിട്ടൊരു ഉദാഹരണം അഗ്നിക്ക് പറ്റിയ പോലെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധ്യമല്ല. അതിനാൽ വിഷയം സുഖമാണ് വിഷയം എന്ന് പറയുക സാധ്യമല്ല. സുഖം വ്യക്തിക്ക് അത് ചിലപ്പോൾ നൽകുന്നു, ചിലപ്പോൾ നൽകാതിരിക്കാം, ചിലപ്പോൾ പീഡയും നൽകുന്നതായിട്ട് മാറാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഭഗവാൻ പറഞ്ഞ ഉപദേശം നോക്കാം.
ദുഃഖയോനയ ഏവത്തെ എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ പറഞ്ഞ സുഖദുഃഖ യോനികൾ ആണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ, ഈ യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്നേ അർത്ഥമുള്ളൂ. നമുക്ക് ഗീതാശാസ്ത്രത്തിലാണെങ്കിലും ആധ്യാത്മിക ശാസ്ത്രത്തിലാണെങ്കിലും എപ്പോഴും നമുക്ക് യോനി യോനി എന്നുള്ള ശബ്ദം കാണാം. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ കാരണം എന്നുള്ളത്. അപ്പൊ ദുഃഖ യോനേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തിന് കാരണമായിട്ടുള്ളത്. അപ്പൊ ദുഃഖത്തിന് കാരണമായിട്ടുള്ളത് സുഖദുഃഖങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അപ്പൊ അതാവുമ്പോൾ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നമുക്കിപ്പം കണ്ടെത്തിയത് അങ്ങനെയാണ്. അതായത് സുഖത്തിനും കാരണമാണ് വിഷയം, ദുഃഖത്തിനും കാരണമാണ് വിഷയം. അങ്ങനെയാണ് നമ്മൾ അനുഭവത്തിൽ കണ്ടെത്തിയത്. ആദ്യം നമ്മൾ അനുഭവത്തിൽ പറഞ്ഞത് സുഖത്തിന് കാരണം വിഷയമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കുറച്ചു നേരം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി സുഖത്തിനും ദുഃഖത്തിനും കാരണമാണ് വിഷയം തോന്നി. പക്ഷെ ഭഗവാൻ ഇവിടെ സുഖത്തിനും ദുഃഖത്തിനും കാരണമാണ് വിഷയം എന്ന് പറയുന്നില്ല. ഭഗവാന്റെ പ്രസ്താവന ദുഃഖത്തിന് കാരണമാണെന്നേ പറയുന്നുള്ളൂ, സുഖം അതിനകത്ത് ചേർക്കുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ വീണ്ടും ഭഗവാൻ പറഞ്ഞതാണോ ശരി, നമ്മൾ പറയുന്നതാണോ ശരി എന്നുള്ളത് വീണ്ടും നോക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? എന്താ സുഖദുഃഖങ്ങൾക്ക് കാരണമാണ് വിഷയം എന്ന് നമ്മൾ കണ്ടു. അതേസമയം ഭഗവാൻ പറഞ്ഞു ദുഃഖ യോനേയേവത്തെ എന്ന്, ദുഃഖത്തിന് മാത്രം കാരണമാണെന്ന് പറയുന്നു. അപ്പൊ ഇനിയിപ്പോ ഇതിലേതാണ് ശരി? അപ്പൊ വീണ്ടും നമുക്ക് നമുക്ക് ഭഗവാനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഭഗവാൻ പറയുന്നത് സത്യമാണല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ വീണ്ടും ഒന്നുകൂടെ നോക്കാം. സുഖഹേതു ആണെന്ന് നമ്മൾ പറഞ്ഞ സാധനം ദുഃഖഹേതു ആണെന്നും കണ്ടെത്തിയെങ്കിൽ അതിന് ശരിയായിട്ട് സുഖമുണ്ടോ ശരിയായിട്ട് ദുഃഖമുണ്ടോ അങ്ങനെ നോക്കാമല്ലോ. അതായത് സുഖമായിട്ട് നമ്മളും ഒരു വിഷയം തന്നെ നമുക്ക് സുഖവും ദുഃഖവും നൽകുന്നുണ്ടെങ്കിൽ സുഖം നൽകുന്നത് ആ വസ്തുവിൽ സുഖമുണ്ടായിട്ടാണല്ലോ സുഖം നൽകുന്നത്. അപ്പൊ സുഖം നൽകുന്ന വസ്തു കുറച്ച് കഴിയുമ്പോൾ അത് ദുഃഖമാണ് നൽകുന്നത്. ദുഃഖം എന്ന് പറഞ്ഞാൽ വെറുപ്പ് എന്ന് തുടങ്ങിയിട്ടുള്ള തരത്തിൽ സുഖമില്ലായ്മ, അതിനെയാണ് നമ്മൾ ദുഃഖം എന്ന് പറഞ്ഞത്, വേറൊന്നിനുമല്ല. അപ്പൊ അത് നൽകുന്നുണ്ടെങ്കിൽ അതും ആ വിഷയത്തിൽ തന്നെ ഇരിക്കണമല്ലോ. അപ്പൊ സുഖവും ദുഃഖവും കൂടെ ഒരു വസ്തുവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ, സുഖവും ദുഃഖവും കൂടെ നൽകുകയാണെങ്കിൽ എപ്പോൾ സുഖം നൽകണം എപ്പോൾ ദുഃഖം നൽകണം എന്ന് ഏത് തീരുമാനിക്കും? നമ്മൾ എടുത്തപ്പോൾ ആദ്യം കടിച്ചപ്പോൾ ഒരു വസ്തുവില് ഒരു ഭാഗം മധുരവും മറ്റേ ഭാഗം കയ്പുമാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ആള് കടിക്കുന്നത് ആദ്യം മധുരത്തിലാണെന്നുണ്ടെങ്കിൽ മധുരം കിട്ടുന്നു, അതല്ല കയ്പയിലാണ് കയറി കടിക്കുന്നതെങ്കിൽ കയ്പ് കിട്ടുന്നു. ഇനിയിപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഭാഗം കയ്പും ആ ഭാഗം മധുരവുമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് ഞാൻ ആദ്യം മധുരത്തിൽ കടിക്കുന്നു അതിനുശേഷം കയ്പിൽ കടിക്കുന്നു, അല്ലെങ്കിൽ ആദ്യം കയ്പിൽ കടിക്കുന്നു ചിലപ്പോൾ മധുരത്തിന് ശേഷം എടുക്കുന്നു. അപ്പോൾ നമ്മൾ ചില വസ്തുക്കൾ എടുത്തതിന് ശേഷം ഇപ്പം കയ്പുള്ളത് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് മധുരം എടുത്ത് വായിലിടുന്നു. ഇതേമാതിരി ചെയ്യാമല്ലോ. പക്ഷേ ഒരു വസ്തു തന്നെ നമ്മുടെ ഒരു ധാരണയുമില്ല ഇത് സുഖമാണെന്ന് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. അതൊരിക്കലും ദുഃഖത്തിൻ്റെയും കൂടി ഇരിപ്പിടമാണെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് സുഖമാണെന്നുള്ള ഉറച്ച നിശ്ചയത്തിന്മേല് അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നത് ദുഃഖഹേതുവായിട്ട് മാറുമ്പോൾ നമ്മൾ ഒരിക്കലും ധരിക്കുന്നില്ല ഇത് സുഖത്തിന്റെ മാത്രമല്ല ദുഃഖത്തിന്റെയും കൂടി ഇരിപ്പിടമാണ്. അങ്ങനെ വരുമ്പോൾ ആ വിഷയം സുഖമാണെന്ന് ധരിക്കപ്പെട്ട വിഷയത്തിന് ദുഃഖം എവിടെ ഇരുന്നു എന്നുള്ളതാണ്. ദുഃഖഹേതുവായിട്ട് അത് എപ്പോൾ മാറി എന്നുള്ളതാണ്. എപ്പോഴാണത് മാറിയത്? ഒന്ന് മനസ്സ് ശരിയല്ല എങ്കിൽ, രണ്ട് ശരീരം ശരിയല്ല എങ്കിൽ, മൂന്ന് ഇന്ദ്രിയങ്ങൾ വിരക്തി കാണിക്കുകയാണെങ്കിൽ. അപ്പൊ ഇത്രയും വന്നു. അപ്പൊ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, ഇപ്പൊ നമുക്കൊരാളെ അങ്ങേറ്റം വെറുപ്പാണ്. ആ ആളിനെ നമ്മൾ കാണുന്നതും ഇഷ്ടമല്ല, ആ ആളിനോട് നമുക്ക് സംസാരിക്കുന്നതും ഇഷ്ടമല്ല, ആളിന്റെ ഒരു വസ്തു നമ്മുടെ കൺമുൻ വെട്ടത്ത് വരുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ല, നമ്മുടെ ഒരു വസ്തു ആ വ്യക്തിയുടെ അടുത്തോട്ട് പോകുന്നത് നമുക്ക് ഇഷ്ടമല്ല, അത്രയ്ക്കുള്ള ഒരു വെറുപ്പ്. അപ്പൊ ഇങ്ങനെ അതിങ്ങനെ കാലങ്ങളായിട്ടും പോകുന്നതാണ്. വെറുപ്പ് കൂടുന്നതല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടുമില്ല. അപ്പം നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ നമുക്കൊരു കുറച്ച് സ്വീറ്റ്സ് കൊണ്ടു തന്നിട്ട് എന്താ വളരെ വലിയ ഒരു വാർത്തയാണ് അതിൻ്റെ സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കയ്യിലോട്ട് തന്നു. അതിനുശേഷം നമുക്ക് ആ വാർത്ത അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി ആ വാർത്ത സ്വീകരിച്ചു. ഈ വസ്തു നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന മധുരം സ്വീകരിച്ചു. ശേഷം വാർത്തയും കൂടെ നമ്മൾ കേൾക്കാൻ ആകാംക്ഷയായിട്ട് നമ്മുടെ കണ്ണുകളെല്ലാം തിളക്കി നമ്മുടെ മുഖമൊക്കെ വിടർന്ന് നമ്മൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്താണ് ആ വാർത്തയും കൂടെ കേൾക്കാൻ ആകാംക്ഷ വലുതായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ
നമ്മൾ ആരെയാണോ വെറുക്കുന്നത് ആ വ്യക്തി കൊണ്ടുവന്നതാണ് ഈ സ്വീറ്റ് എന്നും ആ വ്യക്തിക്കുള്ള ഒരു അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷമാണെന്നോ അല്ലെങ്കിൽ അതേമാതിരി ഒരു കാര്യത്തിനാണ് പറഞ്ഞെന്ന് കണ്ടു കഴിയുമ്പോൾ അതോടു കൂടിയിട്ട് നമുക്ക് ആ വാർത്തയും നമുക്ക് സന്തോഷമല്ലാതായിട്ട് മാറുന്നു, ആ പറഞ്ഞ രീതിയും നമുക്ക് സന്തോഷമല്ലാതായിട്ടിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന സർവ്വ സന്തോഷങ്ങളും അതോടുകൂടി പോയി. അപ്പൊ അതൊരു സംസ്പർശജാ ഭോഗ എന്നുള്ള തരത്തിലായിരുന്നു. അതിനു മുമ്പ് ആരുടെ വിഷയമാണ് എന്ന് അറിയുന്നതിന് മുമ്പ് നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. നമ്മൾ ആരിൽ നിന്നാണോ അത് കേൾക്കുന്നത് ആ വ്യക്തിയുടെ സുഖകരമായ ഒരു വാർത്തയായിട്ടാണ് നമ്മൾ അതിനെ ധരിച്ചത്. ആ ധാരണയുടെ പുറത്ത് നമ്മൾ രൂപപ്പെടുത്തിയ ഒന്നായിരുന്നു സുഖം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ധാരണ ഹേതുവായിട്ട് നമ്മളുടെ ഒരു രൂപമാറ്റമായിരുന്നു അഹം സുഖി എന്നുള്ളത്. നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം. അതായത് കേട്ട വാർത്തയ്ക്കനുസരിച്ച് നമ്മളൊരു സങ്കല്പം ഉണ്ടാക്കുകയും ആ സങ്കല്പത്തില് നമുക്ക് അനുകൂലമായ ഒരു ചിത്തവൃത്തിയായിട്ട് ആ സങ്കല്പത്തിനെ നമ്മൾ മാറ്റുകയും ആ അനുകൂല ചിത്തവൃത്തി, അനുകൂല മനസ്സിനാൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ സന്തുഷ്ടനാക്കി മാറ്റുകയും ചെയ്തു. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികൾ നടന്നു. ആ വാർത്ത നമ്മൾ ഒരു വ്യക്തിയിലേക്ക്, സുഖകരമായ വാർത്ത നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിലേക്ക് ആരോപിക്കുകയും കൂടി ചെയ്തു. അപ്പൊ ഇത്രയും പല കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ മുമ്പിൽ ഒന്ന് വാർത്തയിൽ ഒരു സുഖം, രണ്ട് വാർത്ത പറയുന്ന ആ വ്യക്തിയിൽ ഒരു സുഖം, എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ അതിനാൽ സുഖിയായിട്ട് നമ്മൾ നിന്നു. ഇത്രയും ആയി കഴിയുമ്പോഴാണ് അത് കേട്ടതിന്റെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം കേട്ടതിന്റെയും കയ്യിൽ കിട്ടിയതിന്റെയുമായിട്ടുള്ള സന്തോഷം എല്ലാം ഒറ്റ സന്തോഷമാണ്. ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് അത് ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, നമ്മൾ അങ്ങേയറ്റം വെറുക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന്റെ വാർത്തയെന്നും ഈ കയ്യിലിരിക്കുന്ന വിഷയവും ആ വ്യക്തി കൊണ്ടുവന്നതാണെന്നും കൂടെ കേട്ട് കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സർവ്വ സന്തോഷങ്ങളും പോവുകയും ആത്യന്തികം ജുഗുപ്സ, നിന്ദ, വെറുപ്പ് എന്ന് പറയുന്നതിനേക്കും ദുഃഖം എന്ന് പറയുന്നതിലേക്കും കൂടെ മാറും. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്താ നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്? വസ്തു ആയിരുന്നു സുഖം നൽകിയെന്നുണ്ടെങ്കിൽ ആ വസ്തു സ്പർശിച്ച് കൈ കിട്ടിയത് മാത്രമേ ഉള്ളൂ, അത് വായിലിട്ടൊന്നുമില്ല. അതിനു മുമ്പ് തന്നെ സുഖവും ഉണ്ടായി, അത് തന്നെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കെ തന്നെ അത് ദുഃഖവുമായിട്ട് മാറി. അങ്ങനെ വരുമ്പോൾ സുഖം നൽകിയത് കയ്യിലിരുന്ന വസ്തുവല്ല, പകരം നമ്മുടെ മനസ്സായിരുന്നു. മുമ്പ് സുഖം നൽകിയിരുന്നതിന് ഇപ്പോൾ ദുഃഖമാക്കി മാറ്റിയതും, ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമല്ലായ്മ, അസ്വസ്ഥത, ക്രോധമായിട്ട്, അതേമാതിരി മറ്റേതെങ്കിലും വികാരമായിട്ട് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. സുഖമല്ലാത്ത മറ്റൊരു വികാരമായിട്ട് മാറിയതിന്റെ കാരണവും കയ്യിലിരുന്ന ഈ വസ്തുവല്ല, പകരം നമ്മുടെ മനസ്സാണ്. അപ്പൊ മനസ്സിൽ വന്ന അനുകൂലമായ ചിത്തവൃത്തി പ്രവാഹത്തിനാൽ നമുക്ക് നമ്മളെ തന്നെ സുഖിയായിട്ട് കാണാൻ സാധിച്ചു. മനസ്സിന് കൊണ്ടുവന്ന പ്രതികൂല ചിത്തവൃത്തി പ്രവാഹത്തിനാല് നമുക്ക് നമ്മളെ തന്നെ ദുഃഖിയായിട്ടും കാണാൻ സാധിച്ചു. അപ്പൊ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഹേതു അതുകൊണ്ട് തന്നെ നമുക്ക് പറയാമല്ലോ, മനസ്സാണ് ദുഃഖത്തിന്റെയും സുഖത്തിന്റെയും ഹേതു, അല്ലാതെ കയ്യിലിരിക്കുന്ന വിഷയമല്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മുമ്പ് നമ്മൾ അനുഭവത്തിൽ നമ്മൾ പറഞ്ഞത് വിഷയം നമുക്ക് സുഖവും ദുഃഖവും നൽകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് പറയാം വിഷയം നമുക്ക് സുഖവും ദുഃഖവും നൽകുന്നതല്ല എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ വന്നു, ഭഗവാൻ പറഞ്ഞത് ദുഃഖ യോനയായി ഏവത്തെ എന്നാണല്ലോ പറഞ്ഞത്. ദുഃഖത്തെ കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത്. ദുഃഖത്തെ കൊണ്ടുവരുന്നതാണ് വിഷയങ്ങളെന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പം കണ്ടെത്തിയെന്ന് പറഞ്ഞത് ദുഃഖവും സുഖവും നൽകുന്നതല്ല വിഷയം എന്ന് പറഞ്ഞതിലേക്ക് നമ്മൾ മാറി. അപ്പം ചുരുക്കത്തിൽ നോക്കിക്കേ, നമ്മൾ എത്ര മാറ്റം ഇവിടെ വരുത്തി, നമ്മൾ ഒരുപാട് മാറ്റം വരുത്തി. അപ്പം ഭഗവാന്റെ ആ ഒരു പ്രസ്താവന കണ്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, ഒന്ന് സുഖം നൽകുന്നതാണ് എന്ന് പറഞ്ഞു, രണ്ട് സുഖവും ദുഃഖവും നൽകുന്നതാണ് എന്ന് പറഞ്ഞു, മൂന്ന് സുഖവും ദുഃഖവും നൽകുന്നതല്ല നമ്മുടെ മനസ്സാണ് സുഖവും ദുഃഖവും നൽകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു വിചാരത്തിലൂടെ കടന്നുപോയി. ഇനിയിപ്പം വീണ്ടും ഭഗവാന്റെ വാക്യത്തിലേക്ക് വരാം, ദുഃഖയോനയേവതേ എന്ന് പറഞ്ഞു. അപ്പം അവിടെ നമ്മൾ വീണ്ടും അപ്പം എന്തുകൊണ്ടായിരിക്കാം ഭഗവാൻ വിഷയം സുഖവും ദുഃഖവും ഭഗവാൻ വിഷയം ദുഃഖത്തെ ജനിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞത്. അപ്പൊ അതെന്തുകൊണ്ടെന്ന് നോക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് ബാക്കിയുള്ള ഭഗവാന്റെ വാക്കുകൾ എന്താന്ന് നോക്കാം. ആദ്യന്തവന്ത കൗന്തേയ. അപ്പം ഭഗവാൻ പറഞ്ഞത് ആദ്യ അന്തങ്ങളോട് കൂടിയതാണ്. അപ്പൊ ആദ്യ അന്തങ്ങളോട് കൂടിയത് എന്തിനാദ്യ അന്തങ്ങള്? വിഷയത്തിന് ആദ്യ അന്തങ്ങൾ ഉണ്ടെന്നാണോ പറഞ്ഞത്? വിഷയ അനുഭവത്തിന് ആദ്യ അന്തങ്ങൾ ഉണ്ടെന്നാണോ
ആണെന്നാണോ പറഞ്ഞത്? അഥവാ ഇനി ദുഃഖയോനേഹ എന്ന് പറഞ്ഞല്ലോ. അപ്പം ദുഃഖ ആണ് വിഷയം കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ആ ദുഃഖത്തിന് ആദ്യന്തം ഉണ്ടെന്നാണോ പറഞ്ഞത്? അതല്ല, നമ്മുടെ ധാരണയിൽ വിഷയം സുഖം നൽകുന്നതാണല്ലോ, ആ സുഖത്തിന് ആദ്യന്തം ഉണ്ടെന്നാണോ പറഞ്ഞത്? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഭഗവാന്റെ വാക്കുകൾ എടുത്തിട്ട് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ഇപ്പൊ ആദ്യന്തവന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോട് നമ്മൾ യോജിപ്പിക്കും? വിഷയത്തിന് ആദ്യന്തം ഉണ്ടെന്നാണോ? അതായത് പിന്നെ നമ്മുടെ അനുഭവത്തിൽ സുഖം ആണല്ലോ, ആ സുഖത്തിന് ആദ്യന്തം ഉണ്ടെന്നാണല്ലോ. അഥവാ ഇനിയിപ്പം ഭഗവാന്റെ ഉപദേശത്തിലാണെങ്കിൽ ദുഃഖയോനേഹ എന്ന് പറഞ്ഞത് കാരണം ദുഃഖത്തിന് ആദ്യന്തം ആണെന്ന്. അപ്പോൾ ഇതാണ് എടുത്ത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ഇവിടെ സ്വീകരിക്കേണ്ടത്? നമ്മുടെ അനുഭവത്തിലെ വിഷയം നമുക്ക് സുഖം നൽകുന്നു എന്ന പ്രസ്താവനയോടുകൂടി ചേർത്ത് വേണം നമ്മൾ ഭഗവാൻ പറഞ്ഞ ഇത് കാണാൻ. ആദ്യന്തവന്ത എന്ന്, അതായത് ഇവ ആദ്യന്തങ്ങളോട് കൂടിയതാണ്. വിഷയേന്ദ്രിയ സംയോഗ ഭോഗാന ആദിഹി അന്തശ്ച തദ്വിയോഗ. എന്താണ് ഇവിടെ ആദ്യന്തങ്ങൾ എന്ന് പറയുന്നത്? ഒന്നിതാണ് ഇന്ദ്രിയ വിഷയ സംബന്ധത്തിന്റെ തുടക്കം, അതാണ് ആദി. അതേമാതിരി ഭോഗാനാം അന്തഃ, അതാണ് അന്തഃ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഭഗവാന് ഇത് എങ്ങനെയാണ് ഈ ആദ്യന്തം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇന്ദ്രിയ വിഷയ സംയോഗത്തിന് ആദിയുണ്ട്, അതേമാതിരി ഇന്ദ്രിയ വിഷയ സംയോഗത്തിന് അന്ത്യവുമുണ്ട്. അപ്പോൾ ആദ്യന്തങ്ങൾ എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ദ്രിയ വിഷയ സംബന്ധത്തെയാകുന്നു. അപ്പോൾ ആദ്യന്തവന്ത എന്നിവിടെ പ്രസ്താവനയിലൂടെ ഈ സുഖവും വിഷയവും തമ്മിലുള്ള, അല്ലെങ്കിൽ ദുഃഖവും വിഷയവും തമ്മിലുള്ള സംബന്ധത്തെ അല്ല ഭഗവാൻ പരാമർശിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം എന്താ ഭഗവാൻ പരാമർശിച്ചിരിക്കുന്നത്? അത് വിഷയേന്ദ്രിയ സംയോഗം ആദ്യന്തത്തോട് കൂടിയവയാണ് എന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വിഷയേന്ദ്രിയ സംയോഗം ആദ്യന്തത്തോടു കൂടിയതാണ് എങ്കിൽ, വീണ്ടും നമ്മളിപ്പം ചിന്തിക്കാൻ പോകുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് ഈ വിഷയേന്ദ്രിയ സംബന്ധങ്ങൾ ആദ്യന്തത്തോടു കൂടിയതും ദുഃഖത്തിന്റെ കാരണങ്ങളുമാവുന്നു. അതിനകത്തപ്പം ദുഃഖത്തിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഇതിനകത്ത് ഏതിനെയാണ് ദുഃഖത്തിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ സംബന്ധം നമ്മൾ കാണണം ഏതുമായിട്ട്? സംസ്പർശജ ഭോഗാഹ എന്ന്. അപ്പോൾ ഭോഗങ്ങൾ, അപ്പൊ ഇവിടെ ഭഗവാൻ ഇപ്പം ഭോഗത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്. വിഷയവും എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളും വിഷയവും തമ്മിലുള്ള സംബന്ധത്തിനെയാണ് ഭോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളുടെ സംബന്ധത്തിന്റെ ഭോഗാഹ എന്നുള്ള ആ പ്രസ്താവനയിലൂടെ അവിടെ നമുക്ക് ഈ ഇന്ദ്രിയ വിഷയ സംബന്ധത്തിലൂടെ ദുഃഖമാണ് ജനിക്കുന്നതിന്റെ കാരണം ഇതാണ്. അത് ആദി അന്തത്തോടു കൂടിയതാണ്. അപ്പം ഇവിടെ നമുക്കിപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രസ്താവന നടത്തിയത്? അത് പ്രസ്താവന നടത്തിയത് എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ ഒരു വിഷയേന്ദ്രിയ സുഖം അനുഭവിച്ചു എന്ന് വിചാരിക്കുക. വിഷയേന്ദ്രിയ സുഖം അനുഭവിക്കുമ്പോൾ ഇതിപ്പോൾ എനിക്ക് സുഖം നൽകുന്നു എന്ന് പറയുമ്പോൾ മുമ്പ് സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സുഖം കിട്ടിയത്. അതിന് അന്ത്യവും കൂടെയുണ്ട്. അന്ത്യം വന്നു കഴിയുമ്പോൾ പിന്നെ അവസാനം ഇപ്പോൾ ഏതിലേക്ക് പോയി? അതായത് സുഖമില്ലായ്മയിൽ നിന്ന് ഞാൻ വിഷയ സുഖം അനുഭവിച്ചു, പിന്നീട് അത് വീണ്ടും സുഖമില്ലായ്മയിലേക്ക് പോയി. അപ്പോൾ ആദിയിൽ എന്തായിരുന്നു? സുഖമില്ലായ്മയായിരുന്നു. അന്ത്യത്തിൽ ഇപ്പൊ എന്താണ്? അപ്പോഴും സുഖമില്ലായ്മ തന്നെ എത്തി. സുഖമില്ലായ്മ, പിന്നെ സുഖം, പിന്നെ സുഖമില്ലായ്മ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദുഃഖം, അതിനകത്തും നമ്മൾ ഈ ഇന്ദ്രിയ വിഷയ സംയോഗത്താൽ സുഖമായി, പിന്നെ വീണ്ടും അത് അന്ത്യത്തോടു കൂടിയതായതുകൊണ്ട് ആദ്യന്തവന്ത, അതുകൊണ്ട് പിന്നെ അത് ദുഃഖത്തിലേ അവസാനിക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും ദുഃഖവും. ചുരുക്കത്തില് നമ്മൾ അത്രയും സമയം സ്മൃതി ഭ്രംശത്തിലൂടെ കടന്നുപോയി എന്നർത്ഥം. അതായത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നുവെങ്കിൽ, ഔന്നത്യത്തിന് വേണ്ടി, ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ആത്മപുരോഗതിക്ക് വേണ്ടിയിട്ട്, അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വിധത്തിൽ പ്രയത്നം ചെയ്യേണ്ടതായിരുന്ന ടൈമിനെ നമ്മൾ ദുഃഖനിവൃത്തിക്കും സുഖനിവൃത്തിക്കും വേണ്ടിയിട്ടുള്ള വിഷയേന്ദ്രിയ സംയോഗത്തിന് വേണ്ടി ചെലവഴിച്ചു.
അങ്ങനെ ചെലവഴിച്ചതിനെയാണ് ഭഗവാൻ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ചെലവഴിച്ച ശേഷം നമുക്ക് ദുഃഖനിവൃത്തി ഉണ്ടായോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മൾ ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പുണ്ടായിരുന്നത് ദുഃഖമായിരുന്നല്ലോ. അപ്പം ദുഃഖത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് വിഷയേന്ദ്രിയ സംയോഗത്തിൽ പോയി ആ സന്ദർഭത്തിൽ സുഖം കിട്ടി, ശരി തന്നെ. പക്ഷേ ആദ്യന്തവന്തം എന്നുള്ള ആ പ്രയോഗത്തിലൂടെ വീണ്ടും ഫലഭോഗാനന്തരം അവിടെ വീണ്ടും പഴയ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതായത് ഒരു അജ്ഞാനി ഉറങ്ങാൻ പോയിട്ട് ഉറങ്ങി എണീറ്റ് വരുമ്പോൾ അജ്ഞാനിയായിട്ട് തന്നെ തുടരുന്നത് പോലെ തലവേദനയുള്ളവൻ ഉറങ്ങാൻ പോയപ്പോൾ തലവേദനയില്ല, തിരിച്ചുണർന്നു വരുമ്പോൾ തലവേദന വീണ്ടും അതേപോലെ നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏത് രോഗമാവട്ടെ അത് ഉറങ്ങാൻ പോകുമ്പോൾ അവനില്ല, തിരിച്ചു വരുമ്പോൾ അവനുണ്ട്. അതിന്റെ അർത്ഥം അവനിൽ നിന്ന് ആ രോഗവിമുക്തൻ അവനായി എന്ന് പറയാൻ സാധ്യമല്ലാത്തതുപോലെയാണ് ഇവിടെയും. വിഷയാനുഭവത്തിന് മുമ്പ് അവൻ ദുഃഖിയാണ്, വിഷയാനുഭവത്തിന് ശേഷം അവൻ വീണ്ടും അതേ ദുഃഖിയായിട്ട് തന്നെ തുടരുമ്പോൾ ദുഃഖ നിവൃത്തിക്ക് വിഷയം ഒരു കാരണമായില്ല എന്ന്. ഒരു വ്യക്തിയുടെ ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ് നമ്മൾ പറയുന്നത്. താൽക്കാലികമായ ദുഃഖനിവൃത്തി ഉറങ്ങുന്നത് പോലെ ഒന്ന് കിട്ടി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അതുപോലെയുള്ളതിൽ ആണ് പെട്ടുപോയിരിക്കുന്നത്. അതുപോലെയുള്ളതാണ് നമ്മൾ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യമായിട്ട് വെച്ചത്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ലാഭങ്ങൾ, ചെറിയ ചെറിയ ഇന്ദ്രിയ വിഷയ സംബന്ധങ്ങൾ ലാഭങ്ങളായി കാണുന്നത് മൂലം നമുക്ക് പുരുഷാർത്ഥ നിശ്ചയത്തിന് വേണ്ടുന്ന തരത്തിലുള്ള ജാഗ്രതായ സമർത്ഥമായ വിവേക വിചാരം ചെയ്യാൻ സമർത്ഥമായ ഒരു ബുദ്ധി ഉണ്ടായിരുന്നത് കൂടി നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പൊ ഇതിനെയാണ് ഭഗവാൻ നേരത്തെ ഒരു പ്രയോഗം നടത്തിയല്ലോ, കൃപണൻ എന്ന് പറഞ്ഞല്ലോ. കാർപ്പണ്യ ദോഷം എന്ന് പറയുന്നത് ഇതാണ്. അതായത് കാർപ്പണ്യ ദോഷം എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് വിവേകത്തിനുള്ള സാമർഥ്യം ഉണ്ടായിരിക്കെ, വിവേക വിചാരത്തിനുള്ള സാമർഥ്യം ഉണ്ടായിരിക്കെ, ആ വിവേക വിചാരം ചെയ്യാതെ വിവേക വിചാരം ചെയ്തിട്ട് അതിലൂടെ സർവ ദുഃഖ നിവൃത്തി വരുത്തുവാന്, ഈശ്വരാനുഗ്രഹം ലഭിക്കുവാന് ശ്രമിക്കാതെ പകരം ശ്രമം മുഴുവൻ താൽക്കാലികമായ ദുഃഖ നിവൃത്തി വരുത്തിക്കൊണ്ട് ഒരു മൂഢനായി കഴിഞ്ഞുപോയി. അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് നമ്മൾ താൽക്കാലിക ദുഃഖനിവൃത്തിക്ക് തുടർച്ചയായിട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ഇന്ദ്രിയ വിഷയ സംബന്ധം നമുക്ക് സാധ്യമല്ലാതായിട്ട് പോകും. അതായത് പല്ലെല്ലാം കൊഴിഞ്ഞു പോകുന്നത് പോലെ ഓരോരോ ഇന്ദ്രിയങ്ങളുടെയും ശേഷി നശിച്ചു പോകുന്നു. പിന്നെ ഈ ശരീരത്തിന് ജര ബാധിക്കുന്നു. ഇങ്ങനെയൊക്കെ പലതും പോയി കഴിയുമ്പോൾ ആ വിഷയേന്ദ്രിയ സംബന്ധത്തിനുള്ള താല്പര്യം അത് ക്രമേണ പോയിക്കൊണ്ടുപോകും. കാലത്തിനനുസരിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പോയി കഴിയുമ്പോൾ കണ്ണിനാണെങ്കിൽ പണ്ടത്തെ മാതിരി കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യമില്ലാണ്ട് പോകുന്നു, കേട്ടുകൊണ്ടിരിക്കാൻ ചെവിക്ക് താല്പര്യമില്ലാണ്ട് പോകുന്നു, പിന്നെ ചെവി കേൾക്കാതെയും ആവുന്നു, കണ്ണ് കാണാതെയും ആവുന്നു. വായിലെന്ന് പറയുന്നത് വായിക്കാത്ത ആദ്യകാലത്തൊക്കെ വായി നല്ല നാവായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നാവെല്ലാം കൂടെ പൊള്ളി അടർന്ന് തൊലിയെല്ലാം കൂടെ പോയിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് വരും. പിന്നെ വായിക്കകത്ത് പൊട്ടലും എന്തൊക്കെയാന്ന് പറയാൻ പറ്റത്തില്ല. പല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല്ലിന്റെ സൈഡെല്ലാം പോയി അത് ഒരു പരുവമായി. അപ്പോൾ ഇത് നമുക്ക് പല്ലൊന്നും ആരെയും കാണിക്കാൻ പറ്റാത്ത തരത്തിൽ മോണയും പല്ലും തമ്മിലുള്ള കിലോമീറ്റർ കണക്കുള്ള ദൂരങ്ങൾ വരികയും ഇതൊക്കെ ദൂരം വരികയൊക്കെ ചെയ്യുന്ന തരത്തിലായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ചു നേരം വെറുതെ വായിരുന്ന് കഴിയുമ്പോൾ തന്നെ വായിക്കകത്ത് കഴപ്പാകുന്നു, എന്തൊക്കെയോ ആകുന്നു. അന്നേരം എന്തെങ്കിലും എടുത്ത് വായിക്കകത്ത് എടുത്തിടാൻ തോന്നുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രുചി എന്നൊക്കെ പറയുന്നത് മാറുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ അതും ഒരു നിവൃത്തിയില്ല. പിന്നെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ പറയും, ഇപ്പം വായിക്ക് ഒരു രുചിയില്ല, വെറും പച്ചമുളക് ഉപ്പിട്ട് ഉടച്ചിട്ട് അതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തൊട്ട് നാക്കാൻ തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ രീതി. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഷയത്തിനെ ഉള്ള വിഷയ ലോകത്തിനെ വിശ്വസിച്ചുകൊണ്ട് നല്ല സമയം കളഞ്ഞു കുളിച്ചു.
അതാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ വിഷയേന്ദ്രിയ ഭോഗത്തിന്റെ ഏതെങ്കിലും സുഖം കിട്ടുന്നോ സുഖം നൽകുന്നു എന്നുള്ളതല്ല. നല്ല സമയം മുഴുവൻ നമ്മൾ ഈ ഒരു മത്തനായിട്ട് വിഷയേന്ദ്രിയ സംബന്ധത്തിന് വേണ്ടി അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരുന്നു. ഒന്നത് നേടാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ അത് നേടിയതിനു ശേഷം, പിന്നെ അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അത് നഷ്ടപ്പെടുത്തിയിട്ട് മറ്റൊന്ന് നേടല്, അങ്ങനെയുണ്ട്. ഒന്ന് കളഞ്ഞിട്ട് ഈ വാനരന്മാർ ഓരോ ശാഖകൾ തോറും പഴങ്ങൾ കടിച്ചിട്ട് ഒന്ന് കടിച്ചിട്ട് തുപ്പുന്നത് പോലെ ഒന്ന് പിടിച്ച് അത് അനുഭവിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് തുപ്പി വേറൊന്ന് പോയി, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീട് നമുക്ക് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത തരത്തിൽ ഒരു അവസ്ഥയുണ്ടല്ലോ. മനസ്സിനാണെന്നുണ്ടെങ്കിൽ മനസ്സിന് വിവേക വിചാരത്തിന് പോലും സാധ്യമല്ലാത്ത തരത്തിൽ ഒരു മന്ദബുദ്ധിയായിട്ട് തീരുന്ന ഒരു ഘട്ടം വരും. അതായത് ഇന്ദ്രിയങ്ങളുടെ ബലഹീനത പോലെ മനസ്സിനും ഒരു ബലഹീനത വരും. മനസ്സിന് ബലഹീനത പോലെ ബുദ്ധിക്കും ഒരു ബലഹീനത വരും. അപ്പം നമ്മൾ പറയുകയും ചെയ്യും, പണ്ടത്തെ മാതിരി അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതെല്ലാം ഈ തേജസ് നഷ്ടപ്പെടുന്നു. മനസ്സിന്റെ തേജസ് നഷ്ടപ്പെടുന്നു. അത് മൊത്തത്തിൽ തേജസ്സാണ്. ശരീരത്തിന്റെ തേജസ് നഷ്ടപ്പെടുന്നു, ഇന്ദ്രിയങ്ങളുടെ തേജസ് നഷ്ടപ്പെടുന്നു, ബുദ്ധിയുടെ തേജസ് നഷ്ടപ്പെടുന്നു, മനസ്സിന്റെ തേജസ് നഷ്ടപ്പെടുന്നു. ഇപ്പൊ ഇത്രയൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പറയുന്നു, ഒന്നുകിൽ രോഗാതുരനായി അല്ലെങ്കിൽ വയസ്സായി. രണ്ട് രോഗാതുരനായാലും വയസ്സായി കഴിഞ്ഞാലും ഒന്നായി ഒരുപോലെയാണ്. അപ്പോൾ അല്ലെങ്കിൽ മരണാസന്നനായി, ഇതുമാവാം. അപ്പൊ ഏത് പ്രായത്തിലായി കഴിഞ്ഞാലും മരണാസന്നനാവാം, രോഗാതുരനാവാം. അതല്ലെന്നുണ്ടെങ്കിൽ ജരാനരകൾ ബാധിച്ച വയസ്സനായി. ഇത്രയൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അപ്പോഴാണ് ഇപ്പൊ ഇതുവരെ ഇപ്പം ജീവിച്ചിട്ട് എന്ത് കിട്ടി എന്നുള്ളത്. ആ സന്ദർഭത്തില് ഒരു വിഷയേന്ദ്രിയ സംയോഗത്തിന്റെ സുഖം എന്ന് പറയുന്നത് എങ്ങുമില്ല. എന്നാൽ ഇന്ദ്രിയങ്ങൾ മുഖാന്തരം വിഷയസംബന്ധം കൊണ്ട് സുഖം നൽകാതെ സ്വന്തമായിട്ടൊരു സുഖമുണ്ടോ? അത് കിട്ടില്ല തന്നെ. അപ്പോൾ സ്വന്തമായിട്ട് ആ സന്ദർഭത്തിൽ സുഖമായിട്ടിരിക്കാനുള്ള ഒരു വിദ്യ ഉണ്ടായിരുന്നതിനെ നഷ്ടപ്പെടുത്തി വിവേകമില്ലായ്മ കൊണ്ട്. അതാണ് കൃപണൻ എന്ന് പറയുന്നത്. അതില്ലാതാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്, അതിനുള്ള പരിഹാരമായിട്ടാണ് ഭഗവാൻ പറഞ്ഞത്, നേഷു രമതേ ബുധഃ. അത് തേഷു വിഷയേഷു, അതിനാൽ അതായത് ബുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ, തേഷു വിഷയേഷു, ആ വിഷയങ്ങളില് ബുധഃ നരമതേ. ബുധഃ ബോധമുള്ളവൻ എന്നർത്ഥം. അതാണ് ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകമുള്ളവൻ. വിവേകമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ കാണുകയുണ്ടായി, ആത്മാനാത്മവിവേകം, ധർമാധർമ്മ വിവേകം, അങ്ങനെയൊക്കെയുള്ള വിവേകമുള്ള ആള്. അതായത് അവർ മനസ്സിലാക്കുന്നത് ഈ ജീവിതം എന്ന് പറയുന്നത്, ഈ ജീവിതം ഈ കുരങ്ങന്മാര് മരം ചാടിയിട്ട് ഓരോരോ ഫലങ്ങൾ കടിച്ച് രസിച്ച് പോകുന്നത് പോലെ അങ്ങനെ കളഞ്ഞു തീർക്കാനുള്ള, അതെല്ലാം നമുക്ക് പറയാം. ജീവികൾ എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്, തിന്ന് സമയം കളയുന്നു. പിന്നെ അതിനെയാണ് ജീവിച്ച് സമയം കളയുക എന്ന് പറയുന്നത്. ലൈഫിൽ നേരം വെളുക്കുമ്പോൾ മുതൽ സന്ധ്യയിൽ ഇരുട്ട് വീഴുന്നിടം വരെയും ഒരു പശു ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേയുക. പുല്ല് തിന്നുക. രാവിലെ അങ്ങോട്ട് പുൽമേട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെയും വേറെ പണിയൊന്നുമില്ല. പുല്ല് തിന്നുക. ഇനി ഇടക്കെങ്ങാനാണ് അത് പുല്ല് തീറ്റ നിർത്തിയാലോ, ആ നേരം വീണ്ടും വായിലാത്തോട്ട് മുമ്പ് കഴിച്ചത് ഇട്ടിട്ട് അത് വീണ്ടും ചവച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ വിഷയം വീണ്ടും വിഷയം. എന്നിട്ട് വിഷയങ്ങളില്ലാത്ത സമയത്തോ പഴയ വിഷയങ്ങൾ മനസ്സിൽ നിന്ന് എടുത്തിട്ടിട്ട് അയവിറക്കല്. അപ്പൊ അങ്ങനെ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഭഗവാന് നതേഷു രമതേ ബുധഃ. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമുക്കൊരാകപ്പാടെ എന്താണ് അപ്പൊ ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടതിനെ കുറിച്ച് പറയുകയാണ്. ശക്നോതി ഹൈവയസ്സൂഢും പ്രാക്ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖി നരഹ. ശക്നോതി കഴിയുക. ഇഹ ഇവിടെ, യഹ യാതൊരുവൻ, സോഢും സഹിക്കുവാൻ. അപ്പൊ സഹിക്കുവാൻ സാധിക്കുന്നവൻ. എന്ത്? പ്രാക് ശരീര വിമോക്ഷണത്. എപ്പോൾ എന്നുള്ളതാണ് ആദ്യത്തെ. പ്രാക് ശരീര വിമോക്ഷണാത്. വിമോക്ഷണം, മോക്ഷം, വിമോക്ഷണം വേർപിരിയൽ. ശരീര വിമോക്ഷണം, ശരീരം വേർപിരിയൽ എന്നർത്ഥം. അത് എപ്പോഴ്? പ്രാക്, മുമ്പ്. ഇപ്പൊ ശരീരം വേർപിരിയുന്നതിന് മുമ്പ്, ആരുമായിട്ട്? ജീവാത്മാവ് ഈ ശരീരം വിട്ടുപിരിയുന്നതിന് മുമ്പ്.
ഈ വ്യക്തി ഈ ശരീരം വിട്ട് പോകുന്നതിന് മുമ്പ് യാതൊരുവനാണോ ഇതിനെ സഹിക്കുവാൻ തയ്യാറാകുന്നത്. എന്താണ് സഹിക്കേണ്ടത്? കാമക്രോധോദ്ഭവം വേഗം. കാമക്രോധത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള വേഗം, അതായത് കാമത്താലും ക്രോധത്താലും ഉണ്ടാകുന്നതായ ആ വേഗം, അതിനാണ് കാമക്രോധോദ്ഭവ ആയിട്ടുള്ള വേഗം. ആ വേഗം എന്ന് പറയുമ്പോൾ ആ ഒരു ഫോഴ്സ്, ഒരു ശക്തി, ഒരു പ്രേരണ, കാമത്താലുള്ള ഒരു പ്രേരണയും ക്രോധത്താലുള്ള പ്രേരണയും, അതായത് കാമത്താൽ പ്രവൃത്തിയിലേക്കുള്ള പ്രേരണ, ക്രോധത്താൽ പ്രവൃത്തിയിലേക്കുള്ള പ്രേരണ. അപ്പൊ ഇതിനെ ഭാഷ്യത്തിൽ നമുക്ക് നല്ല ഭഗവാൻ ഇതിന് നിർവചനം കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. കാമക്രോധോദ്ഭവം വേഗം സയുക്ത സുഖീ നരഹ. അങ്ങനെയുള്ള വ്യക്തിയാണ് സുഖി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തിയാണ് യുക്തൻ എന്ന് പറയുന്നത്. യുക്തൻ എന്ന് പറഞ്ഞാൽ യോഗി എന്ന് കണ്ടു. യോഗിയായിട്ടും സുഖിയായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് കാമത്തിന്റെയും ക്രോധത്തിന്റെയും പ്രേരണ ഈ ജന്മത്തിൽ വെച്ച് തന്നെ സഹിക്കുവാൻ തയ്യാറായിട്ടുള്ളവൻ ആകും. അപ്പൊ പ്രാക്ശരീര വിമോക്ഷണാത്ത്, മരണത്തിന് മുമ്പ് തന്നെ ശരീര ജീവ സംബന്ധം വിടുന്നതിന് മുമ്പ് തന്നെ കാമത്തെയും ക്രോധത്തെയും ജയിച്ചവനാകുന്നു ഇവിടെ സുഖിയായിട്ടും യോഗിയായിട്ടും ഭവിക്കുന്നത് എന്ന് ഭഗവാന്റെ പ്രസ്താവന. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കാമക്രോധോദ്ഭവം വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിന് ശങ്കര ഭാഷ്യത്തിൽ ഇപ്രകാരം നിർവചനം കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നോക്കാം. കാമഹ. എന്താണ് കാമഹ? ഇന്ദ്രിയ ഗോചര പ്രാപ്തേ ദൃഷ്ടേ വിഷയെ. ഇന്ദ്രിയ ഗോചര പ്രാപ്തേ, ഇന്ദ്രിയ ഗോചരങ്ങൾക്ക് പ്രാപിക്കപ്പെട്ടതായ ഇന്ദ്രിയങ്ങൾക്ക് മുമ്പിലുള്ളതായ വിഷയെ, ആ വിഷയത്തില് ശ്രൂയമാണേ സ്മര്യമാണേ വാ, കാണപ്പെട്ടത്, കേൾക്കപ്പെട്ടത്, ചിന്തിക്കപ്പെട്ടത്, ഇവയില് അനുഭൂതേ, അങ്ങനെയുള്ളത് അനുഭവിക്കപ്പെട്ടതും കൂടെ ചേർത്തു ആണെങ്കിൽ സുഖഹേതൗ യാ തൃഷ്ണ, അവയിലെ അവയെ സുഖമാണ് ജനിപ്പിക്കുന്നതാണല്ലോ. അപ്പൊ ആ സുഖത്തിന് ഹേതുവായിട്ട് യാതൊരു തൃഷ്ണ ഉണ്ടോ? അപ്പൊ അതായത് ആ സുഖത്തെ ആസ്പദമാക്കിക്കൊണ്ട്, ആ സുഖത്തെ സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ആ ആഗ്രഹത്തിനെയാണ് കാമം എന്ന് പറയുന്നത്. അതാണ് കാമം. അപ്പൊ എന്താ എൻ്റെ അർത്ഥം? ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള ദൃഷ്ടവിഷയത്തിലാണെങ്കിൽ, ഇഷ്ടവിഷയത്തില് ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള ഇഷ്ടവിഷയം, അല്ലെങ്കിൽ സ്മരണയിലൂടെ വന്നത്, അല്ലെങ്കിൽ കേൾവിയിലൂടെ വന്നിട്ടുള്ളത്, അതിന്മേലുള്ള ആഗ്രഹത്തിനെയാണ് കാമം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ക്രോധം. എന്താണ്? ക്രോധത്തിനും ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ക്രോധശ്ച ആത്മനഃ പ്രതികൂലേഷു ദുഃഖഹേതുഷു. ആത്മനഃ അവനവന് പ്രതികൂലമായിട്ട് ദുഃഖഹേതുവുമായിട്ട് ദൃശ്യമാനേഷു ശ്രൂയമാനേഷു, അതേമാതിരി കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതിലുമുള്ള, സ്മര്യമാനേഷു ചിന്തിക്കുന്നതിലുമുള്ള, വാ യോ ദ്വേഷ അവയിലുള്ള ദ്വേഷത്തിനെയാണ് ക്രോധം എന്ന് പറയുന്നത്. അവനവന് പ്രതികൂലമായിട്ട് വരുന്നത്, കാണുന്നത്, ചിന്തിക്കുന്നത്, കേൾക്കുന്ന അവയോടുള്ള അവയോടുള്ള പ്രതികൂലമായ മനോഭാവത്തിനെയാണ് ക്രോധം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കാമത്തിന്റെയും നിർവചനം കിട്ടി, ക്രോധത്തിന്റെയും നിർവചനം കിട്ടി. തൗ കാമക്രോധു, ആ രണ്ടും കാമക്രോധങ്ങള് ഉദ്ഭവ യസ്യ വേഗസ്യ, അത് രണ്ടും ഉദ്ഭവവും യസ്യ വേഗസ്യ, യാതൊരു വേഗത്തിന്റെ ഉദ്ഭവമാണോ. അതായത് വേഗം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫോഴ്സാണ്. നമ്മൾ ആ ഒരു ഫോഴ്സ്, വേഗം എന്ന് പറയുമ്പോൾ ആ ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ഒരു പുള്ളിങ് ഫോഴ്സാണ്. വിഷയത്തിലേക്ക് നമ്മൾ പുള്ളി ചെയ്യുന്നതായ ഒരു ഫോഴ്സ് ഉണ്ട്. അതേമാതിരി അതേ ഫോഴ്സ് തന്നെ അതിൽ പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു വിരുദ്ധമായിട്ടുള്ളതെന്ന് പറയുന്നത് ആ വിഷയത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതുമായ ഫോഴ്സ് ഉണ്ട്. ഇങ്ങനെ പ്രവൃത്തി ഹേതുവായിട്ടും നിവൃത്തി ഹേതുവായിട്ടുമുള്ള ശക്തി വിശേഷത്തിനെയാണ് വേഗ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രവൃത്തി, കാമപ്രേരിതമായ പ്രവൃത്തിയുമുണ്ട്, പിന്നെ ക്രോധപ്രേരിതമായ പ്രവൃത്തിയുമുണ്ട്. ആ പ്രവൃത്തിയോടൊപ്പം തന്നെ കാമപ്രേരിതമായിട്ടും നിവൃത്തി വരാം, ക്രോധപ്രേരിതമായിട്ടും നിവൃത്തി വരാം. അതും കൂടെ നമ്മൾ ഇതിനകത്തൂടി ചേർത്തിരിക്കുന്നു.
അങ്ങനെ അപ്പോൾ ഒന്നിനോടുള്ള ആസക്തി കാരണം മറ്റൊന്നിൽ നിന്ന് നിവൃത്തി ഉണ്ടാകുന്നു, നാച്ചുറലായിട്ട് വരാം. ഒന്നിനോടുള്ള വിദ്വേഷം കാരണം അതിൽ നിന്ന് നിവൃത്തി ഉണ്ടാകിട്ട് മറ്റൊന്നിലേക്ക് പ്രവൃത്തിയും ഉണ്ടാകുന്നു. അപ്പോൾ ഒന്നിൻ്റെ നിവൃത്തിയും ഒരേ സമയം തന്നെ നിവൃത്തിയും പ്രവൃത്തിയും കൂടെ വരാം. അതല്ല എന്നുണ്ടെങ്കിൽ നിവൃത്തി മാത്രം വരാം, പ്രവൃത്തി മാത്രം വരാം. ഇതെല്ലാം കൂടെ നമുക്കൊരു ഫോഴ്സ് എന്ന് പറയാം. അപ്പം കാമത്താലും ക്രോധത്താലും പ്രേരിതമായിട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു വേഗം. അപ്പൊ അതിനകത്ത് തൗ കാമക്രോധോ ഉദ്ഭവോ യസ്യ വേഗസ്യ സ കാമക്രോധോദ്ഭവ, അതിനെയാണ് കാമക്രോധോദ്ഭവ വേഗ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് ഇപ്പൊ എന്താണ് ആ വേഗത്തിന്റെ ലക്ഷണം എന്താണെന്ന് അതും കൂടെ പറയുന്നുണ്ട്. രോമാഞ്ചം, രോമാഞ്ചം, പിന്നെ രോമാഞ്ചന ഹൃഷ്ട നേത്രവദനാദി ലിംഗ. അപ്പൊ രോമാഞ്ചനമുണ്ടാവുന്നു. പിന്നെയോ ഹൃഷ്ടനേത്രവദനാദി. അപ്പൊ അവരുടെ ഹൃഷ്ടനേത്രം എന്ന് പറഞ്ഞാൽ സന്തോഷം ജനിപ്പിക്കുന്ന നേത്രം, പിന്നെ നമ്മുടെ മുഖം തുടങ്ങിയിട്ടുള്ളതിന്റെ ലക്ഷണങ്ങൾ എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴാണ് അത് കാമം എന്ന് പറയുന്നത്. അതാണ് അങ്ങനെയുള്ള അന്ധക്കരണ പ്രക്ഷോഭരൂപ. ഇപ്പൊ ഇതെല്ലാം കൂടെ കാണിക്കുന്ന തരത്തിലുള്ള അന്ധക്കരണത്തിന് ക്ഷോഭമുണ്ടായി, അതിനെയാണ് അന്ധക്കരണ പ്രക്ഷോഭരൂപം. അപ്പൊ മോഹമൊക്കെ ഇങ്ങനെ, അപ്പൊ നമ്മൾ പറയത്തില്ലേ, ഈ മോഹമൊക്കെ അങ്ങനെ എന്താ തുടുത്ത് ചുമന്ന് ലജ്ജ കൊണ്ട് വിവശയായിട്ട് വിവർണയായി എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്നിട്ട് ഇതിന് കാരണമായിരിക്കുന്ന അന്ധക്കരണ പ്രക്ഷോഭവും കൂടെ ചേർന്നിട്ടുള്ള ആ അന്ധക്കരണ പ്രക്ഷോഭത്തിനെയാണ് പറയുന്നത് കാമം എന്ന് പറയുന്നത്. അതാണ് കാമോദ്ഭവ വേഗ എന്ന് പറയുന്നത്. അതിനെയാണ് കാമോദ്ഭവ വേഗ എന്ന് പറയുന്നത്. അപ്പൊ അന്ധക്കരണത്തിന്റെ പ്രക്ഷോഭ രൂപത്തിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കാമക്രോധോദ്ഭവമായിട്ടുള്ള വേഗം എന്ന് പറഞ്ഞു. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രോധം എന്ന് പറഞ്ഞാലോ ഗാത്ര പ്രകമ്പ പ്രസ്വേദ സംദഷ്ടൗഷ്ടപുട രക്തനേത്രാദി ലിംഗ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഈ ലിംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലക്ഷണമാണ്. അപ്പൊ ശരീരം കാണിക്കുന്ന ലക്ഷണമാണ് ഇവിടെ പറയുന്നത്. ആ ശരീരം കാണിക്കുന്ന ലക്ഷണത്തിന് കാരണമായിട്ടുള്ള അന്ധക്കരണ വൃത്തിവിശേഷമായിട്ടാണ് വേഗ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കാമത്തിൻ്റെതാണെങ്കിൽ കാമോദ്ഭവമായിട്ടുള്ള വേഗം എന്ന് പറയുന്നു. ഇതിനാണെങ്കിൽ ക്രോധോദ്ഭവമായ വേഗം എന്ന് പറയും. അപ്പൊ ആ വേഗത്താൽ, അതായത് അന്ധക്കരണത്തിന്റെ ആ വേഗം രൂപപ്പെട്ടിരിക്കുന്ന വൃത്തിവിശേഷത്തിനെ വേഗം എന്ന് പറയുന്നു. ആ വേഗത്തിനാല് ഈ ലക്ഷണം കാണിക്കുന്നു. ഏതാ ലക്ഷണം? ക്രോധം വരുമ്പോൾ ഗാത്രപ്രകമ്പം, ശരീരം വിറയ്ക്കുക. അതുകൊണ്ട് പറയുന്നത് ദേഷ്യം കൊണ്ട് ദേഹം അങ്ങ് വിറച്ചു. അതാണ് ഗാത്രപ്രകമ്പ. പിന്നെ പ്രസ്വേദ, പിന്നെ അങ്ങ് വിയർത്ത് ദേഹം അങ്ങോട്ട് വിയർത്ത്. അതായത് വിയർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പ്രഷർ കയറും. ദേഷ്യം കയറി കഴിയുമ്പോഴത്തേക്ക് പ്രഷർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടാണെങ്കിൽ വിയർക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് പ്രസ്വേദ. അപ്പൊ എല്ലാം കൂടെ എൻ്റെ ദേഹത്ത് എനിക്ക് വിയർപ്പൊന്നും വന്നില്ലെങ്കിലും എനിക്ക് ദേഷ്യം വന്നു, വിയർപ്പ് വന്നില്ല, അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയണ്ട ചിലർക്ക്. പ്രസ്വേദ. പിന്നെ സംദഷ്ടൗഷ്ടം, അതായത് സംദഷ്ടൗഷ്ടം എന്ന് പറഞ്ഞാൽ, ഔഷ്ടം എന്ന് പറഞ്ഞാൽ ചുണ്ടുകളിൽ പല്ല് കട്ടിക്കുക, ചുണ്ട് കട്ടിക്കുക എന്നൊക്കെ, ഇങ്ങനെ കട്ടിക്കുക എന്ന് അടിച്ചു പിടിക്കത്തില്ലേ, ആ കടിച്ചു പിടിക്കൽ ഇതിനകത്ത് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ചുണ്ട് കട്ടിക്കല്, പല്ല് കട്ടിക്കലൊക്കെ ഉണ്ട്. പല്ലുറുമ്മല്, ചിലർ പല്ല് ഉറുമ്മല്ലെന്ന് പറയും. അതായത് ഇങ്ങനെ എന്ന് പറഞ്ഞ് കട്ടിച്ച് പിടിക്കലൊക്കെ. ചുരുക്കത്തിൽ കടിച്ചു പിടിക്കലേ ഉള്ളൂ, കാര്യമൊന്നും നടക്കത്തില്ല. വെറുതെ പല്ല് കടിച്ചു പൊട്ടിക്കുക എന്നുള്ളത് മാത്രം. ഔഷ്ടപുടം എന്ന് പറഞ്ഞാൽ ചുണ്ടുകള്, അതിനെ സംദഷ്ട എന്ന് പറയാൻ കടിച്ച ചുണ്ടുകളോട് കൂടിയതിട്ട്. പിന്നെ രക്തനേത്രാതി, പിന്നെ കണ്ണ് ചുമക്കുക. അത് വേറെ ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണങ്ങ് ചുമന്ന് വന്നു. അത് പിന്നെ അതിന്റെ കൂട്ടത്തിൽ പിന്നെ വായിക്കൊള്ളാത്ത വാക്കുകളുടെ പ്രയോഗം, അത് വേറെ ഒരു ആദി ഉള്ളത് കാരണം അതൊക്കെ ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കയ്യെടുത്തിട്ട് വീശിയെട്ടിക്കില്ല. ചിലർക്ക് അങ്ങനെയാണ്, മുന്നേ നിൽക്കുന്ന ആരാന്ന് നോക്കത്തില്ല, അവരെ കയ്യെട്ടിക്കുന്നു. ഇനി ആരെയും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഭിത്തി കിട്ടിയിരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലമുട്ടി ഇങ്ങനെ വലിച്ചു പറിക്കുക, അതല്ലെങ്കിൽ നെഞ്ചത്തിട്ടിക്കുക. ഇങ്ങനെ ഓരോ തരത്തിലും ഓരോന്ന് കാണിക്കുന്നത്. അയ്യോ എന്ന് പറഞ്ഞിട്ട്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നാട്ടുകാർ കേൾക്കട്ടെ എന്നെ അടിച്ചു കൊല്ലുകയാണെന്ന്.
എന്നിട്ട് തന്നെത്താൻ ഇടിച്ച് ദേഹം മുഴുവൻ, ചിലർക്ക് അങ്ങനെയാണ്, ചിലർക്കാണെങ്കിൽ ദേഹത്ത് എവിടെയെങ്കിലും ഒന്ന് ആരെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് കുത്തി കഴിഞ്ഞ ഉടനെ നീല നിറം വരും. അപ്പോൾ ഇതിനകത്ത് പല പല കംപ്ലൈന്റുകളും പോകുന്നത് തന്നെത്താൻ ഇങ്ങനെ 4 പ്രാവശ്യം ഇടിക്കും. വേദനിക്കൊന്നുമില്ല, വേദനിക്കാതെ തന്നെ 4 പ്രാവശ്യം കൈക്കൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ വലിയ വട്ടത്തിൽ ഇങ്ങനെ നീര് വെച്ചത് മാതിരി ഒരു കളർ വ്യത്യാസം വരും. ആ കളർ വ്യത്യാസം അതേസമയം ഒന്നും നിൽക്കത്തില്ല. മിക്കവാറും ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കളർ നാളെ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് പോകത്ത് ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ 4 മണിക്കൂർ ഇപ്രകാരം ഇടിച്ച് കളർ വ്യത്യാസം വരുത്തി ഉടനെ ഓടും പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് അവിടെ അപ്പോൾ തന്നെ ഇത് കാണിച്ച് അതിനെ റെക്കോർഡ് ചെയ്യിപ്പിക്കും. അതേതല്ലേ ഇടിച്ച് ഇവിടെ എന്താ ഇത് വരുത്തിയെന്നാണ്, മാരകമായ രീതിയിൽ ദേഹോപദ്രവം ചെയ്തു എന്നുള്ള രീതിയിൽ. ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു ലോകമാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് വേറെ ഒരു സൈഡും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഗാത്രപ്രകമ്പ പ്രസ്വേദ ഔഷ്ടപുട രക്തനേത്രാദി ലിംഗ ക്രോധോദ്ഭവ വേഗ. ഇതാണ് പ്രോബ്ലം. അപ്പൊ ഇത് ആർക്ക് സഹിക്കാൻ സാധിക്കുന്നു? ആ വ്യക്തി യോഗിയാണ്. ഇത്രയുള്ള അതിന്റെ അർത്ഥം. യോന്തസുഖോന്തരാരാമ തഥാന്തർജ്യോതിരേവയ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോതി ഗച്ഛതി. അപ്പൊ അപ്രകാരം സഹിക്കുന്ന യോഗി, അപ്പൊ ആ യോഗി ഇപ്പൊ എന്താ ചെയ്യുന്നത്? അന്തസുഖ. എന്തുകൊണ്ടാണ് സഹിക്കുന്നത്? ദുഃഖമുണ്ടായിട്ട് ദുഃഖത്തിൽ നിന്നുകൊണ്ട് വിഷയങ്ങളുടെ ബന്ധം നിർത്തിക്കൊണ്ട് ദുഃഖത്തെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് യോഗി എന്ന് വിചാരിക്കരുത്. ആ വ്യക്തിക്ക് ദുഃഖം ഇല്ല. അതുകൊണ്ടാണ് യഹ അന്തസുഖ, ആ വ്യക്തിയുടെ അന്തഃകരണം സുഖരൂപമാണ്. അതാണ് അന്തസുഖം എന്ന് പറയുന്നത്, അകത്ത് സുഖത്തോടു കൂടിയിട്ടുള്ളതും. പിന്നെ അന്തരാരാമഹ എന്ന് പറയുന്നത് വിഷയാപഭോഗമില്ല, പകരം അന്തരാരാമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സഫിഷ്യന്റ് എന്നൊക്കെ നമ്മളിവിടെ പറയുന്ന പോലെ ഇവിടെ ഇപ്പം നമ്മൾ എന്താ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു യാചകനല്ല. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുഃഖിയാണ്, എന്നെ ആരെങ്കിലും സുഖിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സുഖത്തിന്റെ ഭിക്ഷാന്തേഹിയായിട്ട് പോകുന്നില്ല എന്ന് സാരം. അതാണ് സുഖത്തിന്റെ ഭിക്ഷാന്തേഹിയാകുന്നില്ല, പകരം അന്നത്തിന്റെ ഭിക്ഷാന്തേഹിയാകാം. അത് ദേഹത്തിനുള്ളതാണ്, സുഖത്തിന്റെ ഭിക്ഷാന്തേഹിയാകുന്നില്ല. അതിനാണ് അന്തരാരാമ. പിന്നെ തഥാ അന്തർജ്യോതി. പിന്നെ അന്തർജ്യോതി എന്ന് പറഞ്ഞാൽ അകത്ത് നല്ല പ്രകാശമാണ്. എന്താ, സത്വം വർദ്ധിച്ചു കഴിഞ്ഞാൽ അകത്ത് പ്രകാശം ഉണ്ടാവും. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തെളിച്ചമുള്ള മനസ്സാണ്. അതാണ് അന്തർജ്യോതി. അത് കൊനഷ്ടില്ല എന്നർത്ഥം, ചുരുക്കത്തിൽ അതാണ് മനസ്സിലാക്കേണ്ടത്. അന്തരേവ യഹ. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കൊനഷ്ട് കാണത്തുമില്ല. അത് വേറൊരു കാര്യം. മറ്റുള്ളവരുടെ കൊനഷ്ട് കാണത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് മറ്റുള്ളവർക്ക് കൊനഷ്ട് കുറച്ച് കാണിക്കുക എന്നുള്ളതാണ് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതായത് കൊനഷ്ട് നമ്മൾക്ക് എവിടെയെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിന് മാത്രമേ എല്ലാ കാലത്തും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അസത്യം അനൃതത്തിന് ഒരിക്കലും എല്ലാ കാലത്തും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് തനിയെ വിട്ടുപോകുന്നു. അപ്പൊ അന്തർജ്യോതിരേവ യഹ, യാതൊരു വ്യക്തിയാണോ ആ യഹ എന്ന് പറയുന്നത് യോഗിയാണ്. സയോഗി, ആ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മസുഖം, ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതഹാസൻ, ബ്രഹ്മം തന്നെ ആയിക്കൊണ്ട് ബ്രഹ്മസുഖത്തിനെ അധിഗച്ഛതി പ്രാപിക്കുന്നു. അതൊരു പ്രസ്താവന മാത്രമാണ്. സഹ ബ്രഹ്മപ്രാപ്നോതി എന്ന് മാത്രം. അപ്പം ബ്രഹ്മത്തെ അവൻ പ്രാപിക്കുന്നു. ബ്രഹ്മത്തെ പ്രാപിക്കുന്നവൻ ബ്രഹ്മസുഖത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മസുഖത്തെ പ്രാപിക്കുന്നവൻ സുഖമാകുന്നു. ബ്രഹ്മസുഖത്തെ പ്രാപിക്കുന്നത് ബ്രഹ്മം തന്നെയാകുന്നു. അങ്ങനെ അവൻ ബ്രഹ്മവുമായിട്ട് ഏകീഭവിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ വാക്കുകൾ പ്രയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാം ഒരേ അർത്ഥം തന്നെ. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈതാ യഥാത്മാനഃ സർവഭൂതഹിതേരതാഃ. ഇവിടെ നമ്മൾ ഋഷയഃ കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ഷീണ കൽമഷാഹ എന്നുള്ളതിന്റെ ഇക്ഷ വരുന്നത് കാരണം ഇക്ഷയ്ക്ക് മുമ്പിൽ വിസർഗം പൂർണ്ണമായിട്ടും ഉച്ചരിക്കണം എന്നുള്ളതാണ് നിയമം. അപ്പൊ ഇക്ഷയ്ക്ക് മുമ്പിൽ പൂർണ്ണമായിട്ട് ഉച്ചരിക്കണം, അല്ലാത്ത സന്ദർഭത്തിൽ വിസർഗത്തിന് രൂപമാറ്റം വരും. അതുകൊണ്ടാണ് ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണ കൽമഷാഹ എന്നിങ്ങനെ എടുത്തു പറയുന്നത്. കൽമഷാഹ എന്ന് പറയുന്നത് പിന്നീടൊന്നും വിസർഗത്തിന് ശേഷം പിന്നീടൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ വിസർഗം പൂർണ്ണമായിട്ട് ഉച്ചരിക്കണം, കൽമഷാഹ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ പകുതിക്ക് കൊണ്ട് വെച്ച് നിർത്തുക എന്ന് പറയുന്നത് വിസർഗസന്ധി റൂളിലുള്ളതല്ല. ക്ഷീണ കൽമഷാ
എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർത്താനുള്ളത് സന്ധി റൂളിൽ അനുസരിച്ച് സംസ്കൃതത്തിന്റെ നിയമത്തിനനുസരിച്ചുള്ളതല്ല. പിന്നെ ശീലം കൊണ്ട് അങ്ങനെ പലരും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അത് ശീലത്തിന്റെയാണ്, വേറൊരു രീതിയാണ്. അപ്പൊ നമ്മളിത് ഒരു ഈ പാണിനി ഗ്രാമറിന്റെ ഒരു രീതി അനുസരിച്ചിട്ട് നമ്മൾ, അതായത് ഇതൊരു രീതി, അതായത് പൂർണ്ണമായിട്ട് ഉച്ചരിക്കുക എന്നുള്ളത് ഒരു രീതി. അപ്പൊ ഇവിടെ പൂർണ്ണമായിട്ട് ഉച്ചരിക്കണമെന്നുള്ളതാണ്. ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷ. അവിടെ കൊണ്ടിട്ട് നമ്മൾ പകുതിക്ക് ഉച്ചരിച്ച് നിർത്തരുത്. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷാഹ എന്ന് പോരുത്. പകരം ഋഷയ ക്ഷീണകൽമഷാഹ. ചിന്നദ്വൈത യഥാത്മാന സർവഭൂതഹിതേരതാഹ. അവിടെ വ്യത്യാസം കണ്ടു. അതായത് അവിടുത്തെ വിസർഗം എന്ന് പറയുന്നത് സകാരമായിട്ട് മാറി. ഇങ്ങനെ വിസർഗത്തിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ലഭന്തേ ലഭിക്കുന്നു, ബ്രഹ്മനിർവാണം അവർക്ക് ലഭിക്കുന്നു, ബ്രഹ്മനിർവാണം. ഋഷയ അവരാരാണ്? അവർ തന്നെയാണ് ഋഷികള്. പിന്നെയോ അവര് ക്ഷീണ കൽമഷാഹ, കൽമഷങ്ങൾ ക്ഷീണമായിട്ടുള്ള ആൾക്കാരാണ്. കൽമഷം എന്ന് പറയുന്നത് പാപാദി ദോഷത്തിനെയാണ് കൽമഷം എന്ന് പറയുന്നത്, പാപം. ആ പാപമെല്ലാം ഇല്ലാത്തവരായിട്ടുള്ളവര്. ചിന്ന ദ്വൈതാഹ, ദ്വൈതം തന്നെ ഇല്ലാതായിട്ടുള്ളവര്. പിന്നെ ചിന്ന സംശയാഹ, ദ്വൈതാഹ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ചിന്ന സംശയാഹ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. അതായത് സംശയങ്ങളൊന്നും ഇല്ലാത്തവര്. എന്തിനെ കുറിച്ചുള്ള സംശയം? ആത്മാവിനെ കുറിച്ച് സംശയമില്ല, ഈശ്വരനെ കുറിച്ചുള്ള സംശയമില്ല, ജഗത്തിനെ കുറിച്ചുള്ള സംശയമില്ല, ഒന്നിനെ കുറിച്ചും സംശയവുമില്ല. സംശയിക്കാൻ ശേഷിയില്ലായ്മ എന്നുള്ളതല്ല, എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉത്തരം കിട്ടിയത് കൊണ്ടാണ്. ഇത് രണ്ടാണ്. ചിലർക്ക് സംശയിക്കാൻ ശേഷിയേ ഇല്ല, അവർക്കും സംശയവുമില്ല. അവരെയല്ല ഇവിടെ പറഞ്ഞത്. സംശയങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് എല്ലാ സംശയത്തിനും ഉത്തരം കിട്ടിയവരാണ് ഇവർ. അങ്ങനെയുള്ളവര് യഥാത്മാനഹ. അപ്പൊ യഥമായ ആത്മാവിന് അന്ധക്കരണം, ആത്മാ എന്ന് പറഞ്ഞ അന്ധക്കരണം, അതായത് സംയമിക്കപ്പെട്ട അന്ധക്കരണത്തോടു കൂടിയ ആൾക്കാരെയാണ് യഥാത്മാനഹ എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു വാക്കാണ് യതി എന്ന് പറയുന്നത്. യതി എന്ന് പറഞ്ഞാൽ സംയമനം ചെയ്തവൻ, യഥാത്മാനഹ എന്ന് പറഞ്ഞാലും സംയമനം ചെയ്തവൻ. യഥാത്മാനഹ സർവഭൂതഹിതേരതാഹ. ആ വ്യക്തിക്ക് പിന്നെ ആരോടും ദേഷ്യമില്ല. അതാണ് സർവഭൂതഹിതേരതാഹ. സർവഭൂതങ്ങളുടെയും ഹിതത്തില് രതിയോട് കൂടിയിട്ടുള്ളത്, അതായത് അവയില് സന്തോഷത്തെ കാണുന്നവനായിട്ടുള്ളത്. സർവഭൂതങ്ങളുടെയും ഹിതത്തില് സന്തോഷത്തെ കാണുന്നവനാണ് സർവഭൂതഹിതേരതാഹ. അതായത് പിന്നീട് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആ വ്യക്തിക്ക് പറയുവാൻ അർഹത കിട്ടി. ആ വ്യക്തിക്ക് അർഹത കിട്ടി എന്നുള്ളതല്ല, ആ വ്യക്തി അതേ പറയത്തുള്ളൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. അപ്പൊ അങ്ങനെ അഭിതോ ബ്രഹ്മനിർവാണം. പിന്നെ കാമക്രോധ വിയുക്താനാം യതീനാം യഥചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തത്തെ വിദിതാത്മനാം. അപ്പൊ കാമക്രോധ വിയുക്താനാം, കാമക്രോധങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള യതീനാം, യതികളുടെ യഥചേതസാം. യഥചേതസാം എന്ന് പറഞ്ഞാൽ അന്ധക്കരണം യത്നം ചെയ്യുന്ന ശീലത്തോടു കൂടിയിട്ടുള്ള ഈ അന്ധക്കരണം, അതായത് സംയമനം നേടിയിട്ടുള്ള അന്ധക്കരണത്തോടു കൂടിയിട്ടുള്ള ഈ യോഗികൾ, അവര് കാമക്രോധരഹിതരായിട്ടുള്ളവർ, ഇവര് അഭിതഹ ബ്രഹ്മനിർവാണം. അഭിതഹ പൂർണ്ണമായിട്ടും ബ്രഹ്മനിർവാണം, ബ്രഹ്മസുഖം പൂർണ്ണമായിട്ടും ബ്രഹ്മസുഖത്തില് വർത്തിക്കുന്നു. അവർ വർത്തിക്കുന്നു. വിദിതാത്മനാം. അപ്പം വിദിതാത്മനാം എന്ന് പറഞ്ഞാൽ ഈ അന്ധക്കരണത്തെ ജയിച്ചിട്ടുള്ള ഇവരാൽ ബ്രഹ്മസുഖം നേടപ്പെടുന്നു. അത്രയേ ഉള്ളൂ. ഇനി അങ്ങനെ വരുമ്പോൾ ഉടനെ ഉടനെ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഈ അധ്യായത്തിന്റെ ഈ ഭാഗത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ധ്യാനിക്കണം എന്നൊരു താല്പര്യം ഉണ്ടാകും എന്നുള്ളതിന് ഭഗവാൻ അപ്പം ധ്യാനത്തിന് വേണ്ടുന്ന ഒരു 2 വരി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഹോ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഭഗവാൻ പറഞ്ഞു. ശരി, അത് സമാധാനമായിട്ട് ഒന്ന് ഇരിക്കുക. സമാധാനമായിട്ടിരുന്നതിന് ശേഷം മനസ്സിനെ സമാധാനമായിട്ട് വെക്കുക. മനസ്സിനെ സമാധാനമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മനസ്സിനെ സമാധാനമായിട്ട് വെക്കാൻ 2 ഉപായം പറഞ്ഞിരിക്കുന്നു. ഒന്ന് പ്രാണാപാനന്മാർ, ശ്വാസോച്ഛ്വാസത്തിനെയാണ് ഇവിടെ പ്രാണാപാനന്മാർ. അതിനെ ഒന്ന് ക്രമപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസത്തിന്റെ ശ്വാസോച്ഛ്വാസങ്ങളുടെ ക്രമം നമ്മളൊന്ന് ശാന്തമാക്കുന്നു. അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ അവിടെ എന്ന് പറഞ്ഞു ശാന്തമായിട്ട്, അതാണ് ശാന്തി വന്നു. അപ്പൊ നമുക്ക് ശ്രദ്ധ ബാഹ്യലോകത്തിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത വസ്തുക്കളിലുണ്ടായിരുന്ന ശ്രദ്ധ മുഴുവനും ശ്രദ്ധ വിട്ടിട്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധ വന്നു. ഇത് നമ്മൾ ശ്രദ്ധയെ പിൻവലിക്കലാണ്.
അതായത് നമ്മുടെ അന്ധക്കരണത്തിനെ മനസ്സിനെ നമ്മുടെ ശരീരത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. നമ്മുടെ മനസ്സ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് മുഴുവൻ നാട്ടുകാരുടെ കാര്യത്തിലാണ്. നാട്ടുകാരുടെ കാര്യത്തിൽ മനസ്സ് അങ്ങനെ തുള്ളി കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്തുനിന്ന് അവരുടെ കാര്യം വിട്ടിട്ട് നമ്മളെ തൽക്കാലം എന്ന് പറയുന്ന അവരുടെ പ്രശ്നം അവിടെ നിൽക്കട്ടെ, അവരിൽ നിൽക്കട്ടെ. അതുകൊണ്ട് നടക്കേണ്ട കാര്യം മനസ്സിനില്ല. മനസ്സിന് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ ഒരു ഇരിപ്പിടം വേണം. അതിന് നാട്ടുകാരുടെ മേത്തല്ല മനസ്സിരിക്കാൻ പോകേണ്ടത്. പകരം എവിടോട്ടിരിക്കണമെന്ന് അവനവന്റെ ദേഹത്തിലോട്ട് മനസ്സിനെ കൊണ്ടുവരിക. അപ്പൊ അവനവന്റെ ദേഹത്തിൽ ഇപ്പൊ എവിടെ കൊണ്ടുവരിക, എങ്ങനെ കൊണ്ടുവരും? ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ശ്വാസത്തിൽ വന്നല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക് ശ്വാസത്തിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ നമ്മളിലേക്ക് മനസ്സിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് വരെയും കൊണ്ടുപോകേണ്ട സ്റ്റെപ്പാണ്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പും എല്ലാം ഒരേ സ്റ്റെപ്പ് തന്നെ. അവിടം വരെ എത്തിക്കഴിഞ്ഞാലും അപ്പോഴാണ് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കണ്ണൊക്കെ ഇറുക്കിയിട്ടേക്കണോ അങ്ങനെയാണ്. അപ്പം അതിന് പറഞ്ഞ ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ്, സ്പർശാൻ കൃത്വാ, സ്പർശങ്ങളെ. അവ എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞില്ലേ, നാട്ടുകാരെ പുറത്തു നിർത്താൻ പറഞ്ഞില്ലേ, അതാണ് സ്പർശാൻ കൃത്വാ ബഹിഹി ബാഹ്യാൻ. ബാഹ്യാൻ സ്പർശാൻ, പുറത്തുള്ള വിഷയങ്ങളെ, അതാണ് ബാഹ്യാൻ സ്പർശാൻ, പുറത്തുള്ള വിഷയങ്ങളെ പുറത്ത് നിർത്തിയിട്ട്. ബഹിഹി കൃത്വ, പുറത്തുള്ള വിഷയങ്ങളെ പുറത്ത് നിർത്തിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ കൊണ്ട് മനസ്സിലിരുത്താതെ, നാട്ടുകാരെന്ന് പറയുന്നത് പറച്ചിൽ മാത്രമേ ഉള്ള, വിഷയങ്ങളെ കൊണ്ട് മനസ്സിലിരുത്താതെ പുറത്ത് നിർത്തിയിട്ട്. പിന്നെ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഹോ, അന്തരേ ഭ്രുവോഹോ, ഭ്രുവോഹോ അന്തരേ. ഭ്രൂ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഈ ഭ്രൂ മധ്യം എന്ന് പറയുന്നത്. ഇതാണ് ഭ്രൂ മധ്യം, അതാണ് ഈ ഭ്രുവോഹോ അന്തരേ എന്ന് പറയുന്നത്. ഇത് രണ്ടിനെയാണ് ഈ ഭ്രൂ എന്ന് പറയുന്നത്. ഈ രണ്ട് പുരികങ്ങളുടെ, അപ്പോൾ അതിന്റെ മധ്യത്തിൽ, അതാണ് ഭ്രുവോഹോ അന്തരേ എന്ന് പറയുന്നത്. അവയുടെ മധ്യത്തിൽ കൊണ്ടു നിർത്തുക, ചക്ഷുവിനെ കൊണ്ടു നിർത്തുക. അപ്പം ചക്ഷുവിനെ കൊണ്ടു നിർത്തുക എന്ന് പറയുമ്പോൾ നമ്മളവിടെ നിന്ന് ഊർദ്ധദൃഷ്ടിയായിട്ട് കണ്ണെല്ലാം കൂടെ വലിച്ച് മുകളിലോട്ടൊന്നും ആക്കണ്ട, ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എൻ്റെ അർത്ഥമുള്ളൂ. അല്ലാതെ കണ്ണ് വലിച്ച് പൂക്കിയിട്ട് ഉടനെ കണ്ണെല്ലാം കൂടി ഇങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് പോകും. അതിന് വെച്ചുകൊണ്ട് ചിലർ ഒരു തത്വശാസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ണ് മുകളിലോട്ടാവണം അല്ലെങ്കിൽ കണ്ണ് താഴോട്ടാകണം. അങ്ങനെയൊന്നുമല്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നമുക്ക് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ, എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്യുമ്പോൾ വേറൊരിടത്ത് ഭഗവാൻ പറയുന്നുണ്ട്, നാസികാഗ്രത്തിൽ ഫിക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് കണ്ണുടനെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ വെക്കുക എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. കണ്ണ് ഈ ദൃഷ്ടി ഇളകാത്ത തരത്തിൽ, ദൃഷ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ചലിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ പടച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രദ്ധ നാസികാഗ്രത്തിൽ, അതായത് ഒന്നുകിൽ നാസികാഗ്രഹിതാവാം, അതല്ലെങ്കിൽ ഭ്രൂമധ്യത്തിൽ, അവിടെയൊക്കെ കുറച്ചു നേരത്തേക്ക് അതിനെ ഈ പ്രാണായാമത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, അതായത് ശ്വാസോച്ഛ്വാസം എടുക്കുന്നതിനകത്ത് ശ്രദ്ധിക്കുന്നതിന്റെ ആദ്യപടി എന്ന വണ്ണം നമ്മൾ ഭ്രൂമധ്യത്തിലേക്കൊന്ന് ശ്രദ്ധ വെക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നാസികാഗ്രത്തിലേക്കൊന്ന് ശ്രദ്ധ വെക്കുക. അങ്ങനെ ശ്രദ്ധ വെച്ചുകൊണ്ട്, ഇത് വലിയൊരു ആയാസകരമായിട്ടുള്ളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അതൊക്കെ സാവധാനം. അതായത് കണ്ണുകൊണ്ടൊന്നും മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെ പോകേണ്ട കാര്യത്തിനെ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളത്. ഒന്ന് ഉറങ്ങിപ്പോകരുത്. ഇത് രണ്ട് കാര്യമുണ്ട്. നമ്മളൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നു. അങ്ങനെ വരാതിരിക്കാൻ കണ്ണ് നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു. അതാണ്. എന്നിട്ട് നമ്മൾ ശ്വാസോച്ഛ്വാസത്തിൽ അങ്ങനെ ഫിക്സേഷൻ എന്ന് പറയുന്നത്, ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത്. എവിടെയോ കേട്ടിട്ടുണ്ട്, എന്താ പോസ്റ്റ് ഫിക്സ്, പ്രീഫിക്സ്, ഇൻഫിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ഫിക്സ് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പം നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രുവോഹോ മധ്യേ ഇൻഫിക്സ് ആക്കാം, പിന്നെ കുഴപ്പമില്ല. എവിടെയാ ഇൻഫിക്സ്, എവിടെയാ കേട്ടിരിക്കുന്നത്, ഇൻഫിക്സ് എവിടെയോ കേട്ടു. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഹോ, അതായത് നമ്മൾ കണ്ടത്. പ്രാണാപാനവും സമൗ കൃത്വ, പ്രാണാപാനന്മാരെ സമമാക്കിക്കൊണ്ട്. നാസാഭ്യന്തരചാരിണവും, നാസാഭ്യന്തരചരണം, പ്രാണാപാനന്മാരെ സമമാക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മൾ പ്രാണനെ ഞാൻ എവിടെ പോയി സമമാക്കും, അപാനനെ ഇവിടെ പോയി കേട്ട്. അപ്പം ഭഗവാൻ അതിലൂടെ വ്യക്തമായിട്ടുള്ളൊരു നിർവചനം കൊടുത്തു. പ്രാണാപാനന്മാരെന്ന് പറയുന്നത് വേറെ എങ്ങുമല്ല, എവിടെയാണ്? നാസാഭ്യന്തരചാരിണവും. നാസിക, അപ്പൊ നാസികയുടെ അഭ്യന്തര ചാരിണവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഉള്ളിൽ, നാസികയുടെ ഉള്ളിൽ ചരിക്കുന്നവർ, അതാണ് നാസാഭ്യന്തര ചാരിണം. നാസികയുടെ ഉള്ളിൽ ചരിക്കുന്നവരായ പ്രാണാപാനന്മാർ എന്ന് പറഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതിനെയാണ് ഇവിടെ പ്രാണായാമം, ഇവിടെ പ്രാണാപാനന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുമല്ല. അവയെ
സമമാക്കിക്കൊണ്ട്, അവയെ സമമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു തുല്യത വരുത്തുന്നു, അത്രയേ ഉള്ളൂ. യഥേന്ദ്രിയ മനോബുദ്ധി മുനിർമോക്ഷപരായണ വിഗതേച്ഛാ ഭയക്രോധ സദാ മുക്ത ഏവസഹ. ഇപ്രകാരം ഇപ്പൊ എത്രയുമായി? ഇപ്പൊ യോഗി ധ്യാനിക്കാനിരുന്നു, ആ ധ്യാന മഗ്നനായിരിക്കുന്ന ആ യോഗി. അപ്പൊ ഇതിനു മുമ്പ് മനസ്സെങ്ങനെയൊക്കെ ആകണമെന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഭാവമൊക്കെ എന്തായിരിക്കണം എന്നുള്ളതാണ് കണ്ടത്. എങ്ങനെ എന്തിനെ കുറിച്ചുള്ള അറിവാണ് വേണ്ടതെന്നുള്ള അതും കണ്ടു. ഇപ്പൊ ചുരുക്കത്തിലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇരിക്കേണ്ട രീതി മാത്രമേ അറിയേണ്ടതുള്ളൂ. പ്രാണനെ എന്ത് ചെയ്യണം, ദൃഷ്ടി എവിടെ വെക്കണം, ഇത്ര ഈ 3 കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ബാക്കിയുള്ളതെല്ലാം മുമ്പേ കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തി യഥേന്ദ്രിയ മനോബുദ്ധി, അപ്പൊ ഇന്ദ്രിയ മനസ്സിനെയൊക്കെ യമനം ചെയ്തിട്ടുള്ളവൻ, അതാണ് യതഹ എന്ന് പറയുന്നത്. യഥേന്ദ്രിയ മനോബുദ്ധി മോക്ഷപരായണ, പിന്നെ മോക്ഷം മാത്രം ലക്ഷ്യമായിട്ടുള്ള ഈ വ്യക്തി മോക്ഷപരായണ. വിഗതേച്ഛ ഭയക്രോധ, ഇച്ഛ ഭയം ക്രോധം, ഈ മൂന്നിനെയും ഉപേക്ഷിച്ചവൻ, ഇച്ഛാ ഭയക്രോധങ്ങളെ അതിക്രമിച്ചവൻ അല്ലെങ്കിൽ ഉപേക്ഷിച്ചവൻ. സദാമുക്തയേവ സഹ, അങ്ങനെയുള്ളവൻ സദാമുക്തയേവ സഹ, അങ്ങനെയുള്ളവൻ എല്ലായ്പ്പോഴും മുക്തൻ തന്നെയാകുന്നു. ഇത്രയും പറഞ്ഞു നിർത്തിയോട് കൂടിയിട്ട് ആ വ്യക്തി പരിപൂർണമായിട്ട് മുക്തൻ തന്നെയാവുന്നു എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ പ്രസ്താവനയാണ് നടത്തുന്നത്. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാം മാം ശാന്തി മൃച്ഛതി. ഭോക്താരം യജ്ഞതപസാം, യജ്ഞതപസ്സുകളുടെ ഭോക്താവും സർവലോകമഹേശ്വരം, സർവലോകത്തിന്റെയും മഹേശ്വരനുമായിട്ടുള്ള സുഹൃദം സർവഭൂതാനാം, സർവഭൂതങ്ങളുടെയും സുഹൃത്തുമായിട്ടുള്ള മാം, എന്നെ, ഭഗവാനെ എന്നത്. സർവലോകങ്ങളുടെയും സുഹൃത്താണ് ഭഗവാൻ. അങ്ങനെയുള്ള സുഹൃത്തായിട്ടുള്ള ഭഗവാനെ, അതാണ് ഭഗവാൻ സ്വയം ഭഗവാനെ തന്നെയാണ് ഇവിടെ എന്നെ അറിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. മാം ജ്ഞാത്വ ശാന്തി മൃച്ഛതി. ആര്? ധ്യാനിക്കുന്ന ആ വ്യക്തി മുക്തനാകുന്നു, ശാന്തിയെ പ്രാപിക്കുന്നു പറയില്ലേ. അപ്പോൾ ആ വ്യക്തിയുടെ അറിവിൽ എന്താണുള്ളത്? അറിവിൽ ഭഗവാനാണുള്ളത്. അതുകൊണ്ടാണ് ശാന്തിയെ പ്രാപിക്കുന്നത്. അപ്പം മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് പ്രാപ്തി തന്നെയാണ്, വേറൊന്നുമല്ല. നമ്മൾ ഭഗവാനിലേക്ക്, ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ലീലാവിലാസങ്ങൾ വർണ്ണിച്ചിട്ട് ഭഗവാനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് പകരം നമ്മൾ തത്വചിന്താപരമായിട്ട് നമ്മൾ ഈ ഭഗവാനെ കുറിച്ച് കൂടുതൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലീലാവിലാസങ്ങളും ഭഗവാന്റെ അവതാര മഹിമകളും ഒക്കെ പറഞ്ഞിട്ട് ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നതിനേക്കാളും ഇവിടെ ഭഗവത് വചനങ്ങൾ നേരിട്ട് പറഞ്ഞ് അതിന്റെ വിശകലനം ചെയ്ത് നമ്മൾ ഭഗവത് വിചാരം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൂടെ ഒരുപാട് കാര്യങ്ങൾ, അന്ധഃകരണത്തിന്റെ സ്വരൂപത്തെക്കുറിച്ച് നമുക്ക് ഇതിനകത്തൂടെ അല്ല ഈ അധ്യായത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ ഇങ്ങനെയാണ് ഭഗവാൻ ഇവിടെ എങ്ങനെയാണ് മുക്തി നേടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഉപദേശം നൽകിയത്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ, ഈ യോഗശാസ്ത്രത്തിലെ, ഈ ബ്രഹ്മവിദ്യയുടെയും യോഗത്തിന്റെയുമായിട്ടുള്ള ഈ ശാസ്ത്രത്തിലെ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മസന്യാസ യോഗോ നാമ പഞ്ചമോധ്യായ, കർമ്മസന്യാസം എന്ന് പറയുന്ന ഈ അധ്യായം അവസാനിച്ചു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഹരി.